ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചക്രവാതം, അധ്യായം 46. എസ് ഐ ജോൺസൺ ലോക്കപ്പിൻ്റെ മുന്നിലേക്ക് ചെന്നു. അതിനുള്ളിൽ അക്ഷോഭ്യനായി ശൗരിക്കുട്ടി നിൽപ്പുണ്ട്. നിന്റെ പേരിലുള്ള പരാതികളെല്ലാം നീ കേട്ടല്ലോ. 1 2 4 പരാതികളാണ്. എസ് ഐ പറഞ്ഞു. സാറിൻ്റെ വീട്ടിൽ കയറിയ പരാതിയും വെച്ചിട്ടുണ്ടല്ലോ. ശൗരിക്കുട്ടി നെറ്റിച്ചുളിച്ചു. ഗണേശൻ സാറ് നിർബന്ധിച്ചിട്ടാ. നമ്മൾ തമ്മിൽ വഴക്കില്ലല്ലോ സാറേ? ഉണ്ടോ? ഇല്ല. ജോൺസൺ സമ്മതിച്ചു. പക്ഷേ പോലീസ് നിന്നെ ലോക്കപ്പിലിട്ട് തല്ലും. അതിനായിട്ട് 5 പോലീസുകാരുണ്ട്. ഗണേശൻ സാറ് തിരഞ്ഞെടുത്തു വിട്ടതാ. കുഴപ്പമില്ല സാറേ. എസ് ഐ തിരികെ പോയി. അല്പം കഴിഞ്ഞപ്പോൾ 4-5 പോലീസുകാർ ലോക്കപ്പിന് മുന്നിലെത്തി. അത് തുറന്നു. 5 പേരും ഒന്നിനു പുറകെ ഒന്നായി അകത്തു കടന്നു. ശൗരിക്കുട്ടി ഭിത്തിയോട് പറ്റിച്ചേർന്ന് നിന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ, ഒരു പോലീസുകാരൻ ആജ്ഞാപിച്ചു. ശൗരിക്കുട്ടിയെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. സാറന്മാര് എന്നെ തല്ലാനല്ലേ? അത് തടയാനാ ഞാൻ ഇങ്ങനെ നിൽക്കണത്. ഞങ്ങൾ 5 പേരുടെ തല്ല് നീ തടയുവോ ഒറ്റയ്ക്ക്? ഇങ്ങനെ നിന്നാ തടയാം. ശൗരിക്കുട്ടി ആ വെല്ലുവിളി സ്വീകരിച്ചു. അടി തുടങ്ങിയതും ശൗരിക്കുട്ടി പ്രതിരോധം തുടങ്ങി. എസ് ഐ ജോൺസണ് തൻ്റെ ഓഫീസ് റൂമിലിരുന്നാൽ കേൾക്കാം ആക്രോശങ്ങളും അടിതട ശബ്ദങ്ങളും. 10 മിനിറ്റ് കൊണ്ട് പോലീസുകാർ 5 പേരും ചേർന്ന് ശൗരിക്കുട്ടിയെ നിലംപരിശാക്കി കാണുമെന്ന് അയാൾ ഉറപ്പിച്ചു. തൻ്റെ തന്നെ കൈകൊണ്ട് ശൗരിക്കുട്ടിയെ അടിച്ചു വീഴ്ത്തി കാണാനുള്ള ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി ശൗരിക്കുട്ടിയുമായി നടത്തിയ ഗുസ്തിയിൽ കേടുപാട് പറ്റിയ താടിയെല്ലിൻ്റെ വേദന ജോൺസണ് ഇനിയും ശരിയായിട്ടില്ല. ശബ്ദങ്ങളും ആക്രോശങ്ങളും നിലച്ചപ്പോൾ ജോൺസൺ എഴുന്നേറ്റ് ലോക്കപ്പിന് മുന്നിലേക്ക് ചെന്നു. പോലീസുകാർ അവശരായി ലോക്കപ്പിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ജോൺസൺ ആശ്ചര്യപ്പെട്ടു. നിങ്ങളെ അവൻ തിരിച്ചു തല്ലിയോ? എസ് ഐ ചോദിച്ചു. ഇല്ല സാറേ. ഒരാൾ പറഞ്ഞു. നിങ്ങളവനെ തല്ലിയില്ലേ? ഞങ്ങളെക്കൊണ്ടാകാവുന്നതെല്ലാം ചെയ്തു സാറേ. പക്ഷേ എന്ത് ചെയ്താലും അവൻ തടയും. ഇടിച്ചാലും അടിച്ചാലും ചവിട്ടിയാലും തടയും. നിങ്ങൾ 5 പേര് നോക്കിയിട്ട്? ജോൺസൺ വിസ്മയം പൂണ്ടു. സാറേ, അവൻ്റെ 2 കൈയും 2 കാലും പരിച പോലെയാ. എവിടെ അടിച്ചാലും തടയും. അവൻ അഭ്യാസിയാ സാറേ. അവൻ നിങ്ങളെ ഉപദ്രവിച്ചോ? ഇല്ല സാറേ. നിങ്ങൾ ചെന്ന് ഗണേശൻ സാറിനോട് പറ. വീർത്തൊലിച്ച് പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലേക്ക് പോയി. CI ഗണേശൻ്റെ മുന്നിൽ ചെന്ന് തങ്ങളുടെ അനുഭവം വെളിപ്പെടുത്തി. അവനാര്? കായംകുളം കൊച്ചുണ്ണിയോ? CI ഗണേശൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവനെ വിലങ്ങു വെച്ചിട്ട് ഇടിക്കണം വിടാ. അവൻ എന്തു ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ഇതിനിടയിൽ ഗണേശൻ്റെ ഓഫീസ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. SP ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു അത്. ഗണേശൻ കോൾ എടുത്തു. എടോ, ഇത് SP-യാ. താൻ എന്തൊക്കെ പോക്കിരിത്തരങ്ങളാണോടോ കാട്ടിക്കൂട്ടിയത്? തൻ്റെ ഓഫീസിൽ വെച്ച് ഒരു പെണ്ണിൻ്റെ ചെകിട് അടിച്ചു പൊട്ടിച്ചോ? സാറേ, അത് അങ്ങനല്ല. എങ്ങനല്ല? താൻ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും കാണുന്നില്ലേ? താനൊരു പെണ്ണിനെ അടിച്ചതും അവളുടെ മൂക്കിന്ന് ചോര വന്നതുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നതൊന്നും താൻ അറിയുന്നില്ലേ? താൻ അവിടെ കണ്ണും പൂട്ടിയിരുന്നോ? തനിക്ക് പണി വരുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്റ്റായി. CI ഗണേശൻ തൻ്റെ സ്മാർട്ട് ഫോൺ എടുത്ത് പരിശോധിച്ചു. 200-ലധികം വാട്സപ്പ് മെസ്സേജുകളും വീഡിയോകളും വന്നു കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഡെന്നിച്ചിനെയും ഷീബ മേരിയെയും സർക്കിൾ ഇൻസ്പെക്ടർ സ്വന്തം ഓഫീസിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന വീഡിയോ. അതിനൊപ്പം ആളുകളുടെ കമൻറ്റുകൾ, രോഷാകുലരായ യുവാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, CIയുടെ ഓഫീസിൽ വന്ന് സ്വയം കീഴടങ്ങിയ കമിതാക്കളോട്, പക്ക ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ, ഷീബ മേരിയുടെ മുഖത്തടിക്കുന്ന രംഗം, അവളുടെ മൂക്കിലൂടെ ഒഴുകി വരുന്ന ചോരത്തുള്ളികൾ ചുണ്ടിലൂടെ താടിത്തുമ്പിലേക്കും അവിടുന്ന് വസ്ത്രത്തിലേക്കും വീഴുന്ന ദൃശ്യം. CI ഗണേശൻ്റെ നെറ്റി വിയർത്തു. അയാൾ തിരികെ കസേരയിലേക്കിരുന്നു. 40-ലേറെ മിസ്ഡ് കോളുകളുണ്ടായിരുന്നു അയാളുടെ ഫോണിൽ. രാവിലെ ചെല്ലിക്കടപ്പുറത്തേക്ക് പുറപ്പെട്ടതു മുതൽ അയാളുടെ ഫോൺ സൈലന്റ് മോഡിലായിരുന്നു. CI ഗണേശൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൾ വന്നു. അത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. CI ഗണേശൻ്റെ സുഹൃത്തും സർക്കിൾ ഇൻസ്പെക്ടറുമായ പ്രകാശ് മഹാദേവനായിരുന്നു കോൾ ചെയ്തത്. ഗണേശനോട് അയാൾ ഉപദേശരൂപേണ പറഞ്ഞു. താൻ വലിയ മണ്ടത്തരമാ കാണിച്ചത്. ന്യായീകരിക്കാനൊന്നും പോകണ്ട. അനങ്ങാതിരുന്നാൽ മതി. മുകളിൽ നിന്ന് ആര് വിളിച്ചാലും സോറി പറഞ്ഞേക്കണം. അതാണ് സേഫ്. ട്രാൻസ്ഫർ ഉറപ്പാണ്. ചിലപ്പോൾ സസ്പെൻഷനും ഉണ്ടായേക്കും. എല്ലാം പാക്ക് ചെയ്തു വെച്ചോ. CI ഗണേശൻ്റെ സകല മനോവീര്യവും ചോർന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു കോൾ വന്നു. അത് പാർട്ടി ഓഫീസിൽ നിന്നായിരുന്നു. ചന്ദ്രഭാനുവിൻ്റെ അമർഷം പൂണ്ട സ്വരം ഗണേശൻ കേട്ടു. പെൺകുട്ടിയുടെ കരണക്കുറ്റിക്ക് അടിച്ചതും പോരാഞ്ഞ് അവളുടെ ഭർത്താവാകാൻ പോകുന്നയാളുടെ അനുജനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചോ? അത് വേറെ കേസാണ് മാഷേ. വേറെന്ത് കേസ്?
നിങ്ങളിങ്ങനെ ഓരോ കള്ളക്കേസുണ്ടാക്കി മനുഷ്യരോട് പകപോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ? ശൗര്യയെ പിടിച്ചത് സൈമൺ മുതലാളിയുടെ വസ്തു കയ്യേറിയതിനാ. മാത്രമല്ല മറ്റേ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി. പിന്നെ SI ജോൺസന്റെ വീട്ടിൽ കയറി അയാളെയും ഭാര്യയെയും മർദ്ദിച്ചു. ഈ പരാതിയെല്ലാം മറ്റേ പെൺകുട്ടിയുടെ ഇറങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് ആർക്കാ അറിയാത്തെ? മനുഷ്യരെല്ലാം നിങ്ങളെപ്പോലെ പൊട്ടന്മാരാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഷീബ മേരി എന്നൊരു പെണ്ണിനെ അവളുടെ കാമുകൻ വന്ന് വിളിച്ചുകൊണ്ടുപോയി. അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് അവൾ കോടതിയിലും മൊഴി കൊടുത്തു. കോടതി അവരെ ഒന്നിച്ച് ജീവിക്കാനായി വിട്ടയച്ചു. അതോടനുബന്ധിച്ചല്ലേ ബാക്കി സംഭവങ്ങളൊക്കെ നടന്നത്? നിങ്ങൾ ജനങ്ങളെ സേവിക്കാനാണോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി കുപ്പായവും തയ്പ്പിച്ച് തൊപ്പിയും വെച്ച് അവിടെ ഇരിക്കുന്നത്? അതോ 2 or 4 മുതലാളിമാർക്ക് വേണ്ടിയാണോ? ശൗരി സൈമൺ മുതലാളിയുടെ സ്ഥലം കയ്യേറിയെന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ സ്ഥിതി? നിങ്ങൾ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടോ? രാവിലെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ വസ്തു കയ്യേറിയത് ചോദിക്കാൻ ചെന്ന സൈമൺ തരകനെ അയാൾ അടിച്ചു. കൂടെയുണ്ടായിരുന്ന കുറേ പേരെ സംഘം ചേർന്ന് തല്ലിച്ചതച്ചു. അങ്ങോട്ട് ചെന്ന് കൊടുത്തു വാങ്ങിയ അടിയല്ലേ അത്? കേസൊന്നും നിലനിൽക്കില്ലെന്ന് തനിക്കറിയോ? ഇനി വരാനുള്ളതും കൂടി അനുഭവിച്ചോ? ചന്ദ്രഭാനുവിൻ്റെ കോളും കട്ടായി. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണെന്ന് CI ഗണേശന് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ പോവുകയാണെന്നായിരുന്നു ആദ്യം കിട്ടിയ വിവരം. പെൺകുട്ടിയുടെ ചികിട്ടത്തടിച്ച വീഡിയോ എല്ലാവരും കണ്ടുകഴിഞ്ഞു. സ്ഥലം മാറ്റം നൽകി മിക്കവാറും സംഭവം ഒതുക്കാനാണ് സാധ്യതയെന്ന് അസോസിയേഷനിൽ നിന്നും വിവരം ലഭിച്ചു. ഗണേശൻ അപ്പോൾ തന്നെ ജോൺസനെ വിളിപ്പിച്ചു. ജോൺസൺ വന്നയുടൻ ധൃതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഇവിടുന്ന് മാറ്റിയേക്കും. മറ്റേ ചെകുത്താനെ വിട്ടേക്ക്. പരാതി വിട്ടുകളയണ്ട. തൽക്കാലം ഒന്ന് ഫ്രീസ് ചെയ്തു വെച്ചാൽ മതി. അവൻ കുഴപ്പക്കാരനാ. ഇനിയും അവൻ കുഴപ്പമുണ്ടാക്കും. ആ നേരത്ത് ഈ പരാതിയെല്ലാം പൊടിതട്ടിയെടുത്ത് പ്രയോഗിച്ചേക്കണം. എന്നെങ്കിലും അവൻ ശരിക്കും നമ്മുടെ കയ്യിൽ വന്ന് വീഴും. ഇപ്പോൾ അവനെ വിട്ടേക്കുന്നതാ ബുദ്ധി. അവൻ്റെ ചില ആളുകൾ അഡ്വക്കേറ്റുമായി വന്നിട്ടുണ്ട് സാർ, ജാമ്യത്തിൽ കൊണ്ടുപോകാൻ, ജോൺസൺ പറഞ്ഞു. ജാമ്യത്തിൽ വിടണ്ട. അപ്പോൾ കേസ് ദുർബലമായി പോകും. ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. അങ്ങനെ മതി. അവിടെ കൊണ്ട് വിട്ടേക്ക്. അതല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും മുങ്ങിയ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. SI ജോൺസന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. താൻ കണ്ടില്ലായിരുന്നോ വാട്സപ്പിൽ വന്ന വീഡിയോ? ഇല്ല സാറേ, ഞാൻ രാവിലെ ചെല്ലിക്കടപ്പുറത്ത് പോയില്ലേ, അതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. എൻ്റെ കസേര ഇനി ഇവിടല്ല. മിക്കവാറും ഇന്ന് തന്നെ ട്രാൻസ്ഫർ ഓർഡർ വരും. ഞാൻ പോയാലും ശരി, അവനെ നോക്കി വെച്ചേക്കണം. വളരാൻ വിടരുത്. തന്തയുടെ തലയെടുക്കാനാ അവൻ വന്നിരിക്കുന്നേ. എല്ലാം അറിയാമല്ലോ തനിക്ക്, ഇല്ലേ? കുറച്ചൊക്കെ അറിയാൻ സാറേ. സൈമൺ തരകൻ്റെ കുടുംബം നശിപ്പിക്കുമെന്ന അവൻ്റെ ശപഥം. അതാ പറഞ്ഞത് വളരാൻ ഇട കൊടുക്കരുതെന്ന്. ഞാൻ മണ്ണഞ്ചേരിയിലും അർത്തുങ്കലും സൗത്ത് പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞിട്ടേ പോകൂ. ആലപ്പുഴയിൽ തല പൊക്കരുത്. ശരി സാർ. സല്യൂട്ടടിച്ച് ജോൺസൺ പോയി. അയാൾ തൻ്റെ ഓഫീസ് റൂമിലെത്തി. ശൗരിക്കുട്ടിയെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. ശൗരിക്കുട്ടി 5 മിനിറ്റിനുള്ളിൽ ജോൺസന്റെ മുൻപിലെത്തി. നിന്നെ വിട്ടേക്കാൻ ഗണേശൻ സാറ് പറഞ്ഞു. സാറിന് എന്തു പറ്റി? പെട്ടെന്നൊരു മനംമാറ്റം. സാർ, ആ പെണ്ണിൻ്റെ ചെകിട്ടത്തടിച്ച വീഡിയോ വൈറലായി. ഇപ്പം ഭയങ്കര പ്രശ്നമാ. സ്ഥലം മാറ്റം ഉറപ്പാ. ചിലപ്പോൾ സസ്പെൻഷനും കിട്ടിയേക്കും. അയാൾ പോട്ട് സാറേ. വേറെ മനുഷ്യപ്പറ്റുള്ള CI വരട്ടെ. അയാളോ? ഞാൻ സാറിനെ സാറേന്ന് വിളിച്ചില്ലേ? അയാളെ അങ്ങനെ വിളിച്ചത് അതിനുള്ള യോഗ്യതയെ അയാൾക്കുള്ളൂ. അതുകൊണ്ടാ. നീ എല്ലാവരെയും വെല്ലുവിളിക്കാൻ തന്നെയാണോ ഉദ്ദേശിച്ചേക്കുന്നത്? സൈമൺ തരകനെയും കുടുംബത്തെയും, പിന്നെ അയാളുടെ കള്ളും കുടിച്ച് കാശും വാങ്ങി പാവങ്ങളോട് പന്നത്തരം കാണിക്കുന്ന പോലീസുകാരെയും. പോലീസുകാരോട് കളിച്ച നീ ആയുസത്തി ചാവത്തില്ല. നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ മിടുക്കുകൊണ്ടാ ഇപ്പോൾ നിന്നെ വിട്ടയക്കുന്നതെന്ന്? ആ ഒറ്റ വീഡിയോയാ നിനക്ക് രക്ഷയായത്. ഇല്ലെങ്കിൽ കൈ പുറകോട്ടാക്കി വിലങ്ങുവെച്ച് നിന്നെ ഇടിച്ച് പതപ്പിച്ചേനെ. സാറേ, അത് ചെയ്തത് ഞാനാ. വീഡിയോ എല്ലാ സാറന്മാർക്കും അയച്ചതും ഞാനാ. സാറേ, കൈയും കാലും കൊണ്ടുള്ള കളി മാത്രമല്ല ശൗരി കളിക്കാൻ പോണത്. ശൗരി തലകൊണ്ട് കളിക്കാനുള്ള അഭ്യാസവും പഠിച്ചോണ്ടാ വന്നേക്കണത്. സാറിനെ വിലങ്ങിട്ട് പൂട്ടുമ്പം ഞാൻ സാറിൻ്റെ കുടുംബത്തിൽ കയറി പൂട്ടും. വിലങ്ങിൻ്റെ പൂട്ടൊക്കെ എപ്പോഴെങ്കിലും തുറക്കണം. പക്ഷേ ശൗരി പൂട്ടണ പൂട്ട് അഴിക്കാൻ പറ്റത്തില്ല. ജോൺസൺ ശൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. സിംഹത്തിൻ്റെ ധൈര്യവും ചെന്നായിയുടെ ക്രൗര്യവും കുറുക്കൻ്റെ കൗശലവും ജോൺസൺ അവൻ്റെ കണ്ണുകളിൽ കണ്ടു. എന്നെ വിടുവാണെങ്കിൽ ഞാനങ്ങ് പോയിക്കോട്ട് സാറേ. നിന്നെ അവിടെ കൊണ്ടുവിടണമെന്ന് CI പറഞ്ഞു.
നീ ഇടയ്ക്ക് മുങ്ങിയിട്ട് പോലീസിനെ ഇട്ട് വലിപ്പിച്ചെങ്കിലോ? അങ്ങനത്തെ തെണ്ടിത്തരം ശൗരി കാണിക്കത്തില്ല എന്ന് തീർത്ത് പറയുന്നില്ല സാറേ. പക്ഷേ പറഞ്ഞിട്ടേ കാണിക്കൂ. ആയിക്കോട്ടെ, നിന്നെ ഞാൻ കൊണ്ടുവിടാം. എനിക്കും അതാ സാറേ ഒരു ഗമ. SI അപ്പോൾ തന്നെ തൻ്റെ കീഴിലുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിളിനെയും ഡ്രൈവറെയും വിളിച്ച് ശൗരിക്കുട്ടിയെ വീട്ടിലെത്തിക്കാൻ നിർദ്ദേശിച്ചു. സാറും കൂടി വന്ന അതും ഒരു ഗമയായിരുന്നു. ശൗരിക്കുട്ടി ചെറുചിരിയോടെ പറഞ്ഞു, നീ അത്രയ്ക്ക് സുഖിക്കണ്ട. ജോൺസൺ അവനെ ജീപ്പിൽ കയറ്റി അയച്ചു. നീ എവിടുന്നാടാ അഭ്യാസം പഠിച്ചേ? ജീപ്പ് ഓടിക്കൊണ്ടിരിക്കെ പിന്നോട്ട് തിരിഞ്ഞു നോക്കി ഹെഡ് കോൺസ്റ്റബിൾ സുധാകരൻ ചോദിച്ചു. കിട്ടാവുന്നിടത്തൊക്കെ പഠിച്ചു സാറേ, ശൗരിക്കുട്ടി പറഞ്ഞു. എന്തോന്നാ നീ പഠിച്ചത്? കരാട്ടയോ കുങ്ഫുവോ അതോ കളരിപ്പയറ്റോ? എല്ലാം ഉണ്ട് സാറേ. അഭ്യാസം പഠിച്ചവൻ അത് ഒരിടത്തും പ്രയോഗിക്കരുതെന്ന കളത്തിലിറങ്ങി കളിച്ച ഒരഭ്യാസിയും ചെറുപ്പകാലത്തിനപ്പുറത്തോട്ട് പോയിട്ടില്ല. അത് തുളുനാടൻ കളരി പഠിച്ച തച്ചോളി ഉദയനായാലും കരാട്ടയുടെ മറുകര കണ്ട ബ്രൂസ്ലി ആയാലും ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ നല്ലതാ. ശൗരിക്കുട്ടി അതിനുത്തരം പറഞ്ഞില്ല. ചെല്ലിക്കടപ്പുറത്തേക്ക് റോഡ് തിരിയേണ്ട ഭാഗത്തെത്തിയപ്പോൾ ശൗരിക്ക് ഒരു മൂത്രശങ്ക. ജീപ്പൊന്ന് നിർത്തണം. ശൗരി തിടുക്കപ്പെട്ട് പറഞ്ഞു. നിർത്ത് സാറേ, മുള്ളണം. ഡ്രൈവർ ജീപ്പ് നിർത്തി. ശൗരിക്കുട്ടി പുറത്തിറങ്ങി ഡ്രൈവർ സീറ്റിനടുത്ത് വന്നു. ഇനി ഞാൻ ഓടിക്കാൻ സാറേ, എനിക്കതാ ഒരു ഗമ. എതിർത്ത് പറയാനൊന്നും അവസരം കൊടുക്കാതെ ശൗരിക്കുട്ടി പോലീസ് ഡ്രൈവറെ കക്ഷത്തിൽ കൂടി കൈയിട്ട് എടുത്തിറക്കി. സാറ് പുറകിലോട്ട് കയറിയാട്ടെ. എടാ നായിൻ്റെ മോനെ, നീ എന്താ ഈ കാണിക്കുന്നേ? സുധാകരൻ ആക്രോശിച്ചു. ശൗരിക്കുട്ടി ചുണ്ടത്ത് വിരലമർത്തിക്കാട്ടി. മിണ്ടല്ലേ സാറേ. അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. സാറ് കയറിയാട്ട്, ചെല്ലിക്കടപ്പുറം വരെ ഞാൻ ഓടിക്കാമെന്ന്. പോലീസ് ഡ്രൈവർ തൻ്റെ മേലധികാരിയെ നോക്കി. കയറിയില്ലെങ്കിൽ ഞാൻ വണ്ടിയും കൊണ്ടങ്ങ് പോകുമേ. കയറടോ, സുധാകരൻ പറഞ്ഞു. അയാൾക്ക് ശൗരിക്കുട്ടിയോട് ഉള്ളിൽ അല്പം പേടിയും ബഹുമാനവും അങ്കുരിച്ചിട്ടുണ്ടായിരുന്നു. ഇടിച്ചു സൂപ്പാക്കാൻ ചെന്ന 5 പോലീസുകാരെ നുള്ളി നോവിക്കാതെ അവശരാക്കിയവൻ. അവർ ലോക്കപ്പിൻ്റെ ഭിത്തിയിലിടിച്ച ഇടികൾക്കും കൊടുത്ത തൊഴികൾക്കും കണക്കില്ലായിരുന്നു. പോലീസ് ഡ്രൈവർ ജീപ്പിൽ കയറി. ശൗരിക്കുട്ടി ഡ്രൈവ് ചെയ്തു പോയി. ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിയാതെ ജീപ്പ് നേരെ പോകുന്നത് കണ്ട് സുധാകരൻ ശൗരിയെ നോക്കി. നീ ഇതെങ്ങോട്ടാടാ ശൗരി പോകുന്നത്? ഇതൊരു എളുപ്പവഴിയാ സാറേ. ചെല്ലിക്കടപ്പുറത്തോട്ട് ഇതിലേ പോകാൻ നല്ല സുഖമാ. ജീപ്പ് കാരക്കാട്ട് ബംഗ്ലാവിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞു. ഇരുവശത്തും മരങ്ങളും മതിലും പൂച്ചെടികളുമുള്ള നേർരേഖ പോലുള്ള പാത. എടാ, ഇത് കാരക്കാട്ട് ബംഗ്ലാവിലേക്കുള്ള വഴിയല്ലേ? സുധാകരൻ ദേഷ്യം കൊണ്ടു. ഇതിലേം പോകാൻ സാറേ. ശൗരിക്കുട്ടി 200 വാരയോളം നീണ്ട ആ റോഡിലൂടെ ജീപ്പ് ഓടിച്ച് കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ കൊണ്ടുപോയി നിർത്തി. സാറേ, നമ്മൾ ഗേറ്റിനപ്പുറത്തോട്ട് കയറിയ ഭവനഭേദനമാ വകുപ്പ്. ഇത്രയും മതി. ശൗരിക്കുട്ടി ജീപ്പിൻ്റെ ഹോൺ അമർത്തിപ്പിടിച്ചു. ആ ശബ്ദം നേരെ കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ മുഖവാരത്തിൽ ചെന്നലച്ചു. നിർത്താത്ത ഹോണടി കേട്ട് സൈമൺ തരകൻ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ വന്നു നോക്കി. ഒരു പോലീസ് ജീപ്പ്. ശൗരിക്കുട്ടി ഹോണടി നിർത്തിയിട്ട് ജീപ്പിൽ നിന്നിറങ്ങി. അതിൻ്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി നെഞ്ചു വിരിച്ചു നിന്ന് ആക്രോശിച്ചു. എടോ പരട്ട സൈമൺ മുതലാളി, താൻ കള്ളക്കേസ് കൊടുത്ത് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ലോക്കപ്പിലിട്ട് ഇടിച്ചുരുട്ടി ഒലത്താമെന്ന് കരുതി അല്ലേടോ? സൈമൺ തരകൻ അന്തം വിട്ട് നിൽക്കുകയാണ്. പോലീസ് ജീപ്പുമായി വന്ന് ശൗരി വെല്ലുവിളിക്കുന്നു. പോലീസ് അവൻ്റെ പക്ഷം ചേർന്നോ? എടോ സൈമൺ മുതലാളി, താൻ 2 ചെവിയിലും നുള്ളിക്കോ. ഇപ്പം ഞാൻ വണ്ടി കൊണ്ടു നിർത്തിയത് തൻ്റെ ഗേറ്റിലാണെങ്കിൽ അടുത്ത തവണ തൻ്റെ നെഞ്ചത്താ കേട്ടാ. അപ്പോഴേക്കും ഒരു കാർ വന്ന് ജീപ്പിന് പിന്നിലായി നിന്നു. അറക്കൽ സേവ്യറിൻ്റെ ഔഡി കാറായിരുന്നു അത്. ഡാൻഡസിൻ്റെ കാമുകി സോണിയ റോസും 2 കൂട്ടുകാരികളും കാറിലിരുന്ന് ആ കാഴ്ച കണ്ട് അന്തം വിട്ടു. സൈമൺ തരകൻ്റെ ഗേറ്റിൽ നിർത്തിയ പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറി നിന്ന് ഒരു യുവാവ് അലർന്നു. ഈ കാരക്കാട്ട് കുടുംബത്ത് ഒരാൺതരി പോലും അവശേഷിക്കാതെ തൻ്റെ താവഴി ഞാൻ തറ തോണ്ടും. താൻ ഇപ്പോൾ വിചാരിക്കും, ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, ഭൂസ്വത്തുണ്ടല്ലോ, ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, ബംഗ്ലാവുണ്ടല്ലോ, കാറുണ്ടല്ലോ എന്നൊക്കെ. തൻ്റെ കണ്ണടയുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ ഉടുതുണി പോലും ഞാൻ പറിച്ചു കളയും പന്ന റാസ്കൽ. സൈമൺ തരകൻ കണ്ണും വയ്ക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് ശൗരി ഏതാനും നിമിഷം കാത്തു. തനിക്കൊന്നും പറയാനില്ലേടോ ചെറ്റെ? തൻ്റെ തിണ്ണമെടുക്കെങ്കിലും കാണിക്കടോ. അപ്പോഴേക്കും ഹെഡ് കോൺസ്റ്റബിൾ സുധാകരൻ ജീപ്പിൽ നിന്നിറങ്ങി. താഴെ ഇറങ്ങട ശൗരി. ശൗരിക്കുട്ടി കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിലേക്ക് നോക്കി. സൈമൺ തരകൻ അനങ്ങുന്നില്ല. സോണിയ റോസും ഫ്രണ്ട്സും ഇതിനകം കാറിൽ നിന്നിറങ്ങിക്കഴിഞ്ഞു. ഇതെന്താ ഇവിടെ നടക്കുന്നേ? സോണിയ റോസ് ഹെഡ് കോൺസ്റ്റബിൾ സുധാകരനോട് ചോദിച്ചു. ശൗരി ബോണറ്റിൽ നിന്ന് ചാടിയിറങ്ങി. മുൻപിൽ വെല്ലുവിളി പോലെ നിൽക്കുന്ന സുന്ദരിയെ അടിമുടി നോക്കി.
ഇവിടെ ഒന്നും നടക്കുന്നില്ല. മോളേതാ? ഞാൻ അറയ്ക്കൽ സേവ്യറിൻ്റെ മോളാ. അറയ്ക്കൽ സേവ്യർ. ശൗരി നെറ്റിച്ചുളിച്ചു. എന്നിട്ട് ഓർമ്മയുടെ പിന്നാമ്പുറത്തേക്ക് ഒറ്റയോട്ടം. ചെല്ലിക്കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, കടലിൽ വീണുപോയ കളിപ്പാട്ടം എടുക്കാൻ പോയി തിരയിൽപ്പെട്ട് ഒഴുകിയ പെൺകുട്ടി. എന്നതാ പേര്? സോണിയ റോസ്. എന്നെ അറിയാവാ? ഇല്ല. നീ ഒരിക്കൽ ചെല്ലിക്കടപ്പുറത്ത് കടലിൽ വീണപ്പം ഞാനാ നീന്തിപ്പിടിച്ചത്. ഇല്ലെങ്കിൽ നീ ചത്തുപോയനെ. എൻ്റെ പേര് ശൗരി. സോണിയ അവനെ അടിമുടി നോക്കി. ശൗരി. ഏതോ ഒരു മുക്കുവച്ചക്കൻ അവളെ രക്ഷിച്ച സംഭവം അവളുടെയും ഓർമ്മയിൽ മങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അധ്യായം 47. ശൗരിക്കുട്ടിക്ക് കണ്ടിട്ടും മതി വരുന്നില്ലായിരുന്നു. കണ്ണെടുക്കാൻ തോന്നാത്ത ഒരു ഓമനത്വം ഈ പെണ്ണിൻ്റെ കണ്ണിനും മുഖത്തിനും. ശൗരി അങ്ങനെയൊന്നും ഒരു പെണ്ണിലും ആകൃഷ്ടനാകുന്നവനല്ല. ഇത് കടലിന്ന് താൻ മീൻ കോരുന്ന മാതിരി കോരിയെടുത്ത് കരയ്ക്ക് വെച്ച പെണ്ണാണല്ലോ എന്നാലോചിച്ചപ്പോൾ ഒരുതരം അധികാരബോധവും അവന് തോന്നി. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സോണിയ റോസിന് അവൻ്റെ നോട്ടം ഇഷ്ടമായില്ല. ആ ചോദ്യം ശൗരിക്കും ഇഷ്ടമായില്ല. ഞാൻ നോക്കിയാലെന്താ? കടലിന്ന് പിടിക്കണത് എന്തായാലും മുക്കുവന അതിനവകാശി. അവൻ്റെ കൈമറിഞ്ഞു പോണം വേറൊരുത്തൻ്റെ കയ്യിലെത്തണമെങ്കിൽ. സോണിയയ്ക്ക് അത് കേട്ടിട്ട് പിന്നെയും ദേഷ്യം വന്നു. എന്നെ കടലിന്ന് രക്ഷിച്ചെങ്കിൽ അതിൻ്റെ പ്രതിഫലം എൻ്റെ പപ്പയും മമ്മിയും കൂടി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഒരു ഗോൾഡ് ചെയിൻ. ആഹാ, അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടായിട്ടല്ല, അന്ന് ഞാൻ തീരെ കുട്ടിയാ. എൻ്റെ വീട്ടുകാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സ്വർണ്ണ ചെയിൻ്റെ വിലയേ ഉള്ളോ നിന്റെ ജീവന്? നിനക്ക് ഞാൻ ഒരു 50 ഗോൾഡ് ചെയിൻ തരാം. നിന്നെ എടുത്തോട്ട് പോയി കടലിലോട്ട് എറിഞ്ഞാക്കട്ടെ? ആ ചോദ്യത്തിന് മുന്നിൽ സോണിയ റോസിന് ഉത്തരം മുട്ടി. അവൾ തൻ്റെ കൂട്ടുകാരികളെ നോക്കി. അവരിലൊരാൾ സോണിയ റോസിൻ്റെ രക്ഷയ്ക്കെത്തി. വാട്ട്സ് ദ പ്രോബ്ലം മാൻ? നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? വേണ്ടത് പറഞ്ഞാൽ തരുവോ? ശൗരിക്കുട്ടി തിരിച്ചു ചോദിച്ചു. നിങ്ങൾ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണോ? നിങ്ങളല്ലേ ചോദിച്ചത് എന്താ വേണ്ടെന്ന്? വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോന്ന് എൻ്റെ മറുചോദ്യം. ഇതിലെവിടാ ഇൻസൾട്ടിങ്? പോലീസിനൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ താൻ ജയിലിൽ പോയി കിടക്കും. മറ്റേ കൂട്ടുകാരി ഭീഷണിയിട്ടു. പോലീസല്ലേ ഈ നിൽക്കുന്നേ? ഇപ്പം തന്നെ കൊട കംപ്ലൈൻറ്റ്. നിങ്ങൾ ജീപ്പൊന്നും മാറ്റിത്തരുമോ? ഞങ്ങൾക്ക് പോകണം. എങ്ങോട്ട് പോകണം? സൈമൺ തരകൻ്റെ വീട്ടിലോട്ടുള്ള വഴിക്ക് മാത്രമേ തടസ്സമുള്ളൂ. വേറെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഞങ്ങൾക്ക് സൈമൺ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്, സോണിയ റോസിൻ്റെ കൂട്ടുകാരി പറഞ്ഞു. അവിടെന്താ കാര്യം? ശൗരിക്കുട്ടി ചോദ്യമിട്ടു. അതെന്തിനാ ഇയാളറിയുന്നേ? സോണിയ റോസ് ചൊടിച്ചു. സൈമൺ മുതലാളിൻ്റെ ഗേറ്റ് വാച്ചർ ഞാനാണിപ്പോൾ. എൻ്റെ അനുവാദം കിട്ടാതെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഉവ്വോ, ഇയാളെ എന്നു മുതലാ ഗേറ്റ് കീപ്പറായിട്ട് നിയമിച്ചത്? മുൻപ് കണ്ടിട്ടില്ലല്ലോ. സോണിയ റോസ് ശൗരിയെ പരിഹസിച്ചു. ഇന്നിപ്പോൾ ചാർജ് എടുത്തേയുള്ളൂ, പോരെ? ശൗരി ചോദിച്ചു. പൊന്നു ചേട്ടാ, ഞങ്ങൾ നിങ്ങളോട് വഴക്കിന് വന്നതല്ല, കൂട്ടുകാരി പറഞ്ഞു. സൈമൺ അങ്കിളിൻ്റെ മകനാണ് ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നേ. ഞങ്ങളെയും കൂട്ടി ഇവളൊരു വിസിറ്റിന് വന്നതാ. ശൗരിക്കുട്ടിയുടെ നെറ്റി ചുളിഞ്ഞു. സൈമൺ തരകൻ്റെ മകനോ? ഏതു മകൻ? ശൗരിക്കുട്ടി ചോദിച്ചു. ഡാൻഡസ് സൈമൺ, കൂട്ടുകാരി പറഞ്ഞു. ഓ, സൈമൺ തരകൻ്റെ മകനെ കല്യാണം കഴിക്കാൻ പോണവളാ നീ. അപ്പം നീയും എൻ്റെ ശത്രുവായിട്ട് വരുവല്ല. സൈമൺ പപ്പയുടെ വീട്ടിലുള്ളവരെല്ലാം ഇയാളുടെ ശത്രുക്കളാണോ? എപ്പോഴേ? ഞാൻ ജനിച്ച അന്ന് മുതൽ. വേണ്ട കേട്ടാ, ഡാൻഡസിനെ നീ കെട്ടണ്ട. നിന്റെ ജീവിതം നശിച്ചു പോകും. ഞാനും ഡാൻഡസും തമ്മിൽ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെ നശിക്കുമെന്നാ ഇയാൾ പറയുന്നേ? സോണിയ റോസ് എളിക്ക് കൈകുത്തി നിന്ന് വെല്ലുവിളിക്കും പോലെ ചോദിച്ചു. ബൈബിളിലൊരു വാചകമുണ്ട്, കല്ലുമ്മേ കല്ല് ശേഷിക്കാതെ എന്ന്. ഈ കുടുംബവും ഞാനങ്ങനെ നശിപ്പിച്ചു കളയും. കല്ലുമ്മേൽ കല്ല് ശേഷിക്കാതെ. വെറുതെ അവിടെ കൊണ്ടുപോയി ജീവിതം തൊലച്ചു കളയണ്ട. എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ എൻ്റെ പേരൻസ് ഉണ്ട്, ഞാനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്. എന്തായാലും ഇയാൾ തീരുമാനിക്കണ്ട. ഇയാളാരാ എന്നോട് കൽപ്പിക്കാൻ? സ്റ്റുപ്പിഡ്, സോണിയ റോസ് കടുപ്പിച്ചു പറഞ്ഞു. ശൗരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. സോണിയ റോസും കണ്ണുകൾ കൊണ്ട് ചെറുത്തു. പക്ഷേ അവൻ്റെ നോട്ടത്തിൻ്റെ മൂർച്ചയിൽ പിടിച്ചു നിൽക്കാനാകാതെ അവളുടെ മിഴികൾ പിടഞ്ഞതാണു. ശൗരി ഒരടി മുന്നോട്ട് നീങ്ങി തല നീട്ടിക്കൊണ്ട് സ്വരം താഴ്ത്തി പറഞ്ഞു. നിന്നെ കടലിൽ നിന്ന് കോരിയെടുത്തത് ഞാനാണെങ്കിൽ നിന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. നീ അന്ന് എൻ്റെ കഴുത്തിലൊരു മാലയിട്ടല്ലോ, അതുപോലൊരെണ്ണം ഞാൻ കൊണ്ടുവന്ന് നിന്റെ കഴുത്തിലും ഇടും. അതിനറ്റത്തെ കൊളുത്തിലൊരു താലിയും കാണും. ഇപ്പം നീ ഡാൻഡസിൻ്റെ അടുത്തോട്ട് പോയിക്കോ. അവൻ്റെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ വാൾമുന കൊണ്ടുള്ള എഴുത്തായി പതിഞ്ഞു. മുഖം വിളറി വെളുത്തു. ഉൾഭീതിയോടെ സോണിയ റോസ് പിൻവലിഞ്ഞ് കൂട്ടുകാരിയോട് ചേർന്ന് നിന്നു. ശൗരിക്കുട്ടി ജീപ്പിൽ കയറി. ജീപ്പ് ഗേറ്റിന് മുൻപിൽ നിന്ന് നീക്കി.
സോണിയ റോസും കൂട്ടുകാരികളും കാറിൽ കയറി. ശൗരി ജീപ്പ് വിട്ടു പോകും മുൻപ് സോണിയ റോസിനെ ഒന്നും കൂടി നോക്കി. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഹെഡ് കോൺസ്റ്റബിൾ സുധാകരൻ ജീപ്പിൽ കയറിയിരുന്നു. ശൗരി ജീപ്പോടിച്ചു പോയി. നീ എന്തൊക്കെയാടാ ചെകുത്താനെ ആ പെങ്കൊച്ചിനോട് പറഞ്ഞത്? സുധാകരൻ ചോദിച്ചു. അതൊക്കെ ഒരു തമാശല്ലേ സാറേ? തമാശ? അവളൊരു പരാതി തന്ന നീ അകത്താ? സാറേ, ഞാൻ അവളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അത് സാറിന് അറിയത്തില്ലല്ലോ. അതെന്താടാ ശൗരി സംഭവം? ശൗരി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആ ഓർമ്മ സുധാകരൻ്റെ മുന്നിൽ വിടർത്തിയിട്ടു. സോണിയ റോസിൻ്റെ കുടുംബക്കാർ അഭിനന്ദിക്കാൻ വന്നതും അവൾ കഴുത്തിൽ മാലയിട്ട് തന്നതും സ്കൂളിലെ അസംബ്ലിയിൽ വെച്ച് പ്രശംസിക്കപ്പെട്ടതും എല്ലാം. സാറേ, അത് ചത്തുപോയേനെ. ഞാനല്ലാണ്ട് വേറെ ഒറ്റയൊരുത്തനില്ലായിരുന്നു കടലിൽ ചാടാൻ. അവളങ്ങ് ഒഴുകിപ്പോയി. കാണാനില്ല. മുങ്ങിത്തപ്പിയാ പിടിച്ചത്. ഇല്ലെങ്കിൽ 3-ാം പക്കം കരയ്ക്കടിഞ്ഞാനെ. സുധാകരന് അത് ഇഷ്ടപ്പെട്ടു. അന്ന് നിനക്കെത്രയേ പ്രായം? 8-9 വയസ്സേ ഉള്ളു. ശൗരി തീരദേശ ഹൈവേയിൽ നിന്ന് ചെല്ലിക്കടപ്പുറം റോഡിലേക്ക് ജീപ്പ് തിരിച്ചു. അന്നേ കാണാൻ നല്ല ഭംഗിയായിരുന്നു സാറേ. അവളുടെ കളിയൊക്കെ ഞാൻ നോക്കി നിൽക്കുമ്പോഴാ അവൾ കടലിൽ വീണത്. വളർന്നു കഴിഞ്ഞപ്പോഴും നല്ല പെണ്ണ അല്ലേ സാറേ? എടാ, അവരൊക്കെ വലിയ മുതലാളിമാര്. നീ ആരാ? പക്ഷെ സാറ് നോക്കിക്കോ, ഞാൻ അവളെ കെട്ടും. പോടാ, സൈമൺ മുതലാളിയുടെ മകന് കല്യാണം ഉറപ്പിച്ച പെണ്ണാണെന്നല്ലേ പറഞ്ഞത്? നീ പുളുത്തും. കെട്ടിയില്ലല്ലോ സാറേ. എടാ, അവർ തീരുമാനിച്ചതാണെങ്കിൽ അവർ നടത്തും. നിനക്കെന്നാ ചെയ്യാൻ പറ്റും? മുടക്കും സാറേ. കാരക്കാട്ട് ബംഗ്ലാവിൽ ഇനിയൊരു കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ആരുടെ കല്യാണം മുടക്കും. നടന്ന കല്യാണമൊക്കെ നടന്ന്. സൈമൺ മുതലാളിയോട് നീ എന്തു ചെയ്യാനാടാ? അയാൾ പുലി, നീ എലി. അതിന് ശൗരിക്കുട്ടി ഉത്തരം പറഞ്ഞില്ല. അവൻ നേരെ ജീപ്പ് ഓടിച്ച് കടപ്പുറത്തെത്തി. കടലിൽ പണിയുള്ള ദിവസമായിരുന്നതിനാൽ കടപ്പുറത്ത് മീൻ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു. മീനുമായി വള്ളങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. തെങ്ങും പറമ്പിലിരുന്ന് ചീട്ട് കളിച്ചവർ പോലീസ് ജീപ്പ് കണ്ട് എഴുന്നേറ്റ് ചിതറിയോടി. ശൗരിക്കുട്ടി കടപ്പുറത്ത് ഒരു റൗണ്ട് അടിച്ച് ആളുകളുടെയെല്ലാം ശ്രദ്ധ ആകർഷിച്ച ശേഷം മീൻ ലേലം നടക്കുന്നതിന് സമീപം ജീപ്പ് നിർത്തി. എല്ലാവരും ശൗരിക്കുട്ടിയെ ശ്രദ്ധിച്ചു. അവനെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടവരാണ് കടപ്പുറത്തുകാർ. ഇപ്പോൾ അവൻ പോലീസ് ജീപ്പ് ഓടിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. ശൗരിക്കുട്ടി ജീപ്പിൽ നിന്നിറങ്ങി. സാറിന് മീൻ വേണോ? അവൻ സുധാകരനോട് ചോദിച്ചു. വേണമെന്ന് പറയാൻ സുധാകരനൊരു മടി. നല്ല പെടയ്ക്കണ മീനുണ്ട് സാറേ. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ശൗരി വാരിത്തരും. സുധാകരൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശൗരി 4-5 കിലോ വരുന്ന ഒരു ചെറിയ കൂട്ടം മീൻകാരികളിൽ നിന്നും വാങ്ങി പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തു കൊടുത്തു. ഒക്കെ നമ്മുടെ ആളുകളാ സാറേ, സാറ് കൊണ്ടുപോയിക്കോ. സുധാകരൻ മീൻ വാങ്ങി വണ്ടിയിൽ വെച്ചു. പോലീസ് ജീപ്പ് തിരികെ പോയി. അപ്പോഴേക്കും കടപ്പുറത്തുള്ളവർ ശൗരിക്കുട്ടിയെ പൊതിഞ്ഞു. പോലീസ് എന്തൊക്കെ ചെയ്തു? തല്ലിയോ, ഇടിച്ചോ, ചവിട്ടിയോ എന്നെല്ലാം അറിയണം. ഡെന്നിച്ചനും ഷീബ മേരിയും എവിടെയെന്നറിയണം. കഴിഞ്ഞ 10 വർഷം ശൗരിക്കുട്ടി എവിടെയായിരുന്നു എന്നറിയണം. അവൻ സാമ്പത്തികമായി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നറിയണം. വൈകുന്നേരം കടപ്പുറത്ത് കാണാമെന്നും അപ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാമെന്നും ശൗരിക്കുട്ടി ഉറപ്പു നൽകി. വീട്ടിൽ അമ്മയും പെങ്ങളും വിഷമിച്ചിരിക്കണ. ആശുപത്രിയിൽ വല്യമ്മച്ചിയും കിടന്ന് വിഷമിക്കണ. അവരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ട എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയതാണല്ലോ. വൈകുന്നേരം കാണാം. ശൗരിക്കുട്ടി അതും പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി. സൈമൺ തരകൻ സർക്കിളിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. പോലീസായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബലം. ഇപ്പം അതില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞാൻ എല്ലാവർക്കും പൈസ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ ഇല്ലെന്ന്. അതിപ്പോൾ ഞാൻ എന്തു ചെയ്യാനാ? CI ഗണേശൻ കൈയൊഴിഞ്ഞു. ആദ്യം വന്നത് ട്രാൻസ്ഫർ ഓർഡറാ. പീരുമേടിന്. സസ്പെൻഷൻ പുറകെ വന്നേക്കും. നിങ്ങളെയൊക്കെ സഹായിക്കുന്നതിൻ്റെ പ്രതിഫലമാ. സ്ഥലമാറ്റമായോ? അവിടെ തീരുമാനമായി. ഓർഡർ ഇങ്ങോട്ടെത്തുന്ന താമസമേ ഉള്ളൂ. അത് കഷ്ടമായല്ല. പകരം ആരാ? അതെനിക്കറിയില്ല. തനിക്ക് തന്നതെല്ലാം വെറുതെ ആയല്ലോടോ. അതിൻ്റെ സഹായങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുമുണ്ട്. ഗണേശൻ വിട്ടുകൊടുത്തില്ല. എടോ, അവനെ തല്ലിയൊതുക്കി വിടണ്ടേ? പകരം പോലീസിൻ്റെ ജീപ്പും കൊടുത്തു വിട്ടേക്കുന്നു. അവനെൻ്റെ ഗേറ്റിൽ ആ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി ബോണറ്റെ കയറി നിന്ന് കുറേ വെല്ലുവിളിച്ചു. എൻ്റെ കുടുംബം നശിപ്പിക്കുമെന്ന്. എന്നുവെച്ച ഉറുമ്പും കൂടാണല്ലോ എൻ്റെ കുടുംബം. പിടിച്ചു ഞെരടിയാൽ മതിയല്ല. അവനെ നിസ്സാരമാക്കണ്ട സൈമൺ മുതലാളി. അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ ചെപ്പടി വിദ്യകളുണ്ട്. ഇവിടെ 5 പോലീസുകാർ ഇടിവീരന്മാർ അവനെ ഒരു മുറിയിലിട്ട് ഇടിക്കാൻ നോക്കിയിട്ട് അവർ 5 പേരും അവശരായിട്ടാ മുറിയിന്നിറങ്ങിയത്. അവനൊരു കോപ്പും പറ്റിയില്ല. അവന്മാരുടെ കൈയും കാലുമൊക്കെ ചതഞ്ഞ് നാശമായി. അവൻ അവരെ കൊണ്ട് ഭിത്തിയിലെടുപ്പിച്ച് കളിച്ചു. പോലീസിന് അവനെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം.
എടോ, പ്രായം കൂടിയപ്പം എൻ്റെ ആരോഗ്യം ഇത്തിരി കുറഞ്ഞു എന്നല്ലാതെ എൻ്റെ പണത്തിനും പ്രതാപത്തിനും ഒരു കോട്ടവും പറ്റിയിട്ടില്ലടോ. ഫോൺ വയ്ക്കുക. കോൾ കട്ട് ചെയ്തിട്ട് സൈമൺ തരകൻ തിരിഞ്ഞു നോക്കിയത് റോയി സൈമണിൻ്റെ മുഖത്തേക്കായിരുന്നു. പോലീസ് നോക്കിയാൽ ഒന്നും നടക്കില്ല അല്ലേ പപ്പ? അയാൾ വേറെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇപ്പം സ്ഥലമാറ്റവും സസ്പെൻഷനുമാണെന്ന്. കൈ കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. അവൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക് പപ്പ, ഞാൻ നോക്കിക്കോളാം, റോയ് സൈമൺ പറഞ്ഞു. അല്ല, അവനിപ്പോൾ എനിക്കിട്ട് എന്നാ ഉണ്ടാക്കാനാ? എൻ്റെ സ്വത്തെല്ലാം പിടിച്ചു പറിക്കുമോ? എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടുവോ? ഒന്നും ചെയ്യത്തില്ല പപ്പ. അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് കുതികാലും വെട്ടിയാൽ പിന്നെ അവനെ എന്തിനു കൊള്ളാം? അതിനെനിക്ക് നിന്റെ സഹായം വേണോ? പപ്പ ഇത്രയും കാലം നോക്കിയിട്ട് ഒന്നും നടന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവൻ ജനിച്ചപ്പം മുതൽ പപ്പ എന്തെല്ലാം പണി നോക്കി അവനെതിരെ. എന്തെങ്കിലും ശരിയായോ? അതിന് സൈമൺ തരകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ ജനിച്ച സമയം സൈമൺ തരകൻ മനസ്സിലോർത്തു. ഉണക്കമീൻ നാറുന്ന മീൻകുടത്തിലെ തഴപ്പായ തടുക്കിന് മീതെ വെച്ചായിരുന്നു അവൻ്റെ ബീജാവാവം. അതേതായിരുന്നു സമയം? പിന്നീട് അങ്ങോട്ട് അവൻ ജനിച്ചു വീണതു മുതൽ എന്തെല്ലാം തരത്തിൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഓർത്തു നോക്കിയാൽ അവൻ വെറുമൊരു കീടം, തൻ്റെ മീൻകുളത്തിലെ ഒരു വാൽമാക്രി. പക്ഷേ അവൻ ഊളിയിട്ടും നീന്തിപ്പതച്ചും ഒളിച്ചു കളിച്ചും ഒറ്റയാനെപ്പോലെ വളർന്നു. ഗേറ്റിന് മുൻപിൽ പോലീസ് ജീപ്പ് കൊണ്ടിട്ട് അതിൻ്റെ ബോണറ്റിൽ കയറി നിന്ന് തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി വെല്ലുവിളിച്ച രംഗം വീണ്ടും വീണ്ടും സൈമൺ തരകൻ്റെ നെഞ്ചിലും കണ്ണിലും കുത്തിക്കൊണ്ടിരുന്നു. ഡാൻഡസിൻ്റെ മുറിക്ക് മുന്നിലെ ബാൽക്കണിയിലായിരുന്നു സോണിയ റോസും കൂട്ടുകാരികളും ഡാൻഡസും. സോണിയ റോസിൻ്റെ മുഖം വല്ലായ്മയിൽ മൂടിയിരിക്കുന്നത് കണ്ട് ഡാൻഡസ് അവളെ കൂടെ കൂടെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാടോ ഇത്രയും അപ്സെറ്റ് ആവണത്? ഒരു പോക്കിരി വഴിതടഞ്ഞ് ചീത്ത വിളിച്ചതിനോ? നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പം ഏത് തെണ്ടിക്ക് വേണമെങ്കിലും വെല്ലുവിളിക്കാം, ഭീഷണിപ്പെടുത്താം. നമ്മൾ ഉടനെ അവരുമായിട്ട് തല്ലുകൂടണോ? നമ്മളെ അല്ലെന്ന് വിചാരിച്ചേക്കണം, കേട്ടില്ലെന്ന് തീരുമാനിച്ചേക്കണം. ജീവന് ഭീഷണിയുണ്ടെങ്കിൽ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തേക്കണം. അതോടെ തീർന്നു. ഇതങ്ങനെയൊന്നുമല്ല ഡാൻഡസ്. എന്നെ തല്ലുമെന്നോ കൊല്ലുമെന്നോ തട്ടിക്കൊണ്ടു പോകുമെന്നോ എന്തു പറഞ്ഞാലും പേടിക്കണ്ട. നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ബോഡി ഗാർഡായിട്ട് 2 പേരെ വയ്ക്കാം, അല്ലെങ്കിൽ സ്ഥലം വിട്ടു പോകാം. അയാൾ പറഞ്ഞത് അതൊന്നുമല്ലല്ലോ, എന്നെ കല്യാണം കഴിക്കുമെന്ന്. അതൊരു വല്ലാത്ത പറച്ചിലായിരുന്നു. ആ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചുറച്ച പോലെ. സോണിയ റോസ് ആശങ്കാകുലയായി. റോസ്, നീ ഇങ്ങനെ സില്ലിയാവില്ലേ? പിച്ചക്കാരന് പോലും നിന്റെ മുൻപിൽ വന്ന് നിന്നോണ്ട് അങ്ങനെ പറഞ്ഞുകൂടെ? ഒരു കൂലിപ്പണിക്കാരനോ ഡ്രൈവർക്കോ ഫാക്ടറി തൊഴിലാളിക്കോ പറഞ്ഞുകൂടെ? നമുക്കവരുടെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ? വേണമെന്ന് വെച്ചാൽ അയാൾക്ക് തൻ്റെ വീട്ടിൽ വന്ന് പപ്പയെയും മമ്മിയെയും വിളിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് പറയാനും സാധിച്ചേക്കും. അതിലപ്പുറം എന്തു ചെയ്യാനാ? പോടാ തെണ്ടി എന്ന് പറഞ്ഞാൽ തലയും കുനിച്ച് തിരികെ പോകേണ്ടി വരും. അയാൾ എന്തു പറഞ്ഞാലും തീരുമാനം നമ്മുടെയല്ലേ? അത് തിരുത്താൻ അയാൾക്ക് എന്തധികാരം? അയാളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് ഞാൻ കടലിൽ വീണപ്പോൾ. ഡാൻഡസ് തമാശ ആസ്വദിക്കും പോലെ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ആരൊക്കെ ആരുടെയെല്ലാം ജീവൻ രക്ഷിച്ചിരിക്കുന്നു? തീപിടുത്തത്തിൽ നിന്ന്, വെള്ളപ്പൊക്കത്തിൽ നിന്ന്, മണ്ണിടിച്ചിലിൽ നിന്ന്, ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന്, ഭൂമി കുലുക്കത്തിൽ നിന്ന്, കടലാക്രമണത്തിൽ നിന്ന്. അങ്ങനെ രക്ഷിച്ചവരെല്ലാം രക്ഷപ്പെട്ടവരുടെ ജീവനും ജീവിതത്തിനും വില പറയാൻ വന്ന എന്തു ചെയ്യും? നമ്മൾ അതൊന്നും കണക്കാക്കണ്ട. അയാളൊരു സെമി എക്സെൻട്രിക്കായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇഗ്നോർ ചെയ്താൽ മതി. എന്തു വന്നാലും എന്നെ കൈവിട്ട് കളയരുത്. ഇങ്ങനെയൊന്നും പറയരുത് റോസ്. നമ്മളെ അങ്ങനെ പിരിച്ചു കളയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കുമായിരുന്നത് നമ്മുടെ പേരൻസിനാണ്. നിന്റെ പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും. അവരെല്ലാം നമ്മുടെ കൂടെയാ. റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ കൂടെയാ. നീതിയും നിയമവും നമ്മുടെ കൂടെയാ. ഇതൊന്നും നമ്മളെ ഗാർഡ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടത്തിനാണ് ഏറ്റവും വില. പിന്നെന്താ? സോണിയ റോസിന് ഒട്ടൊരാശ്വാസമായി. അവൾ അവൻ്റെ തോളത്തേക്ക് ചാരി നിന്നു. ഡാൻഡസ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പിന്നെ അവളെ കരവലയത്തിലൊതുക്കി. ആദ്യം അവളുടെ തൂന്നെറ്റിയിലും പിന്നെ കൺപോളകൾക്ക് മീതെയും മൃദുവായി ഉമ്മ വെച്ചു. അധ്യായം 48. ശൗരിക്കുട്ടി മരണത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ട കഥ പറയുകയായിരുന്നു. കേൾവിക്കാരായി എമിലിയും ജാനറ്റും ജാനറ്റിൻ്റെ ഓമനപ്പൂച്ചയും മാത്രമേയുള്ളൂ. തിണ്ണയിലെ പുൽപ്പായിലിരുന്ന് ആഞ്ചലോസ് ഇതെല്ലാം കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചിലപ്പോൾ അയാൾ ആരും തുണയില്ലാതെ നടുക്കടലിൽ ഒഴുകി നടന്നു. ചില നേരം അയാൾ കൊളംബോയിലെയോ അനുരാധപുരയിലെയോ തടവറയിലായിരിക്കും. സൈമൺ തരകൻ്റെ അംഗരക്ഷകർ
പുലിമുട്ടിന് മീതെയിട്ട് തന്നെ തല്ലിച്ചതച്ച ഭാഗം ശൗരി പറഞ്ഞു തീർത്തു. ഞാൻ ചത്തെന്ന അവന്മാർ വിചാരിച്ചത്. ബോധം കെട്ടുപോയിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഞാനൊരു ബോട്ടിൻ്റെ ഡെക്കിൽ കിടക്കുക. എഞ്ചിൻ്റെ ചുവട്ടിൽ. ആകെ നനഞ്ഞിട്ടുണ്ട്. എപ്പോഴോ മഴ പെയ്തതാ. ഇടിയും മിന്നലും ഒക്കെയുണ്ട്. കടൽ കൂടുതലാ. തിര ഇളകി മറിയുന്നതിനനുസരിച്ച് ബോട്ടിൻ്റെ മുൻവശം മേലോട്ടങ്ങ് പൊങ്ങുകയും താഴോട്ട് കുത്തിനെ താഴുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പതിയെ തലപൊക്കി നോക്കി. കര കാണാനില്ല. പക്ഷേ കടലിൽ പണിക്ക് പോയ വള്ളങ്ങളും ബോട്ടുകളും തിരിച്ചു പോണത് കാണാം. രാത്രിയല്ലേ, കൂരിരുട്ട്. ബോട്ട് ഓടുന്നുണ്ടോ അതോ വെറുതെ കിടക്കുവാണോ? ജാനറ്റ് സംശയം ചോദിച്ചു. ഓടിക്കൊണ്ടിരിക്കുവാണ്. എന്നെയും കൊണ്ട് പോകുക പുറം കടലിന്. 5-6 പേര് ക്യാബിനിലുണ്ട്. അതിലൊരുത്തൻ ഫോൺ എടുത്തു വെച്ച് അലറുന്നുണ്ട്. കാറ്റും കടലിൻ്റെ എരമ്പലും കാരണം ഒച്ചയെടുത്താലേ അവനവന് പോലും കേൾക്കാൻ പറ്റത്തുള്ളൂ. ശൗരിക്കുട്ടി പറഞ്ഞു. മുതലാളി, ഞങ്ങൾ പുറംകടലിൽ എത്തിയിട്ടില്ല. കടൽ കൂടുതലാ. പുറംകടലിലോട്ട് എങ്ങനെ പോകും? വള്ളങ്ങളൊക്കെ കരയ്ക്ക് പോകുക. അവൻ അലറിക്കൊണ്ട് പറയുന്നത് സൈമൺ മുതലാളിയോടാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെങ്ങും എറിയാൻ പറ്റത്തില്ല മുതലാളി. നാളെ തന്നെ ശവം പൊങ്ങും. ഞങ്ങൾ കന്യാകുമാരി ഭാഗം കിടന്നിട്ട് തൂത്തുക്കുടിക്കും ചെട്ടിക്കുളത്തിനും ഇടയ്ക്ക് വെച്ച് കടലിൽ താത്തിയേക്കാം. ആ ഭാഗത്ത് എവിടെ പൊങ്ങിയാലും ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. വീപ്പയ്ക്കകത്തല്ലേ. അപ്പോഴാണ് ഞാൻ ടാർവീപ്പ കണ്ടത്. അതും ഡെക്കിലുണ്ടായിരുന്നു. എന്നെ തട്ടുന്ന കാര്യമാ അവർ പറയണതെന്ന് എനിക്ക് പിടികിട്ടി. പക്ഷേ എനിക്ക് അനങ്ങാൻ വയ്യ. കയ്യോ കാലോ അനക്കിയ അവന്മാർ കാണും. അയ്യോ കഷ്ടം. എന്നിട്ട്? എമിലി ഉദ്വേഗത്തോടെ ചോദിച്ചു. ബോട്ട് ഓടിക്കൊണ്ടിരിക്കുക. കടലിൽ അവിടെല്ലാം ബോട്ടുണ്ട്. അതിനിടയ്ക്ക് വലിയൊരു കാറ്റും മഴയും വന്നു. അവരെല്ലാം കൂടി ക്യാബിനിൽ കയറി. ഞാൻ കിടന്ന് പട്ടി നനയണ മാതിരി നനഞ്ഞ്. കുളച്ചലാണോ കന്യാകുമാരിയാണോ എവിടെത്തുന്നൊന്നും അറിയാൻ വയ്യ. അവന്മാരെന്നെ വീപ്പയ്ക്കകത്തിട്ട് കടലിൽ താക്കും. ഞാൻ ചത്തുകിടക്കുകയാണെന്ന അവന്മാരുടെ വിചാരം. ഞാൻ നോക്കുമ്പം 2 കന്നാസ് കടലിൽ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോണതാ. മഴേൻ്റെ ശക്തി കാരണം അവന്മാർക്ക് എന്നെ ശരിക്ക് കാണാൻ മേല. ഞാൻ ആ 2 കന്നാസും മറിച്ചിട്ട് അടപ്പൂരി. ഒഴുകിയ വെള്ളത്തിലോട്ട് തല നീട്ടി കുറേ വെള്ളം കുടിച്ചു. കോരി ഒഴിക്കണ മാതിരി മഴവെള്ളം വീഴുന്നതുകൊണ്ട് കന്നാസിലെ വെള്ളം ഒഴുകുന്നതൊന്നും അവന്മാർ കണ്ടില്ല. കന്നാസ് 2ഉം കാലിയായി കഴിഞ്ഞ് ഞാൻ ആ എഞ്ചിനടുത്ത് കിടന്ന കയറെടുത്ത് 2 കന്നാസും കൂട്ടിക്കെട്ടി അടപ്പിട്ട് മുറുക്കി. എന്നിട്ട് കയറെ മുറുക്കി പിടിച്ചോണ്ട് എഴഞ്ഞു വലിഞ്ഞ് ഡെക്കിൻ്റെ വിളമ്പെത്തി. പിന്നെ കടലിലോട്ട് ഒറ്റമറിച്ചില്. ദൈവമേ! ജാനറ്റ് വാ പൊത്തിക്കൊണ്ട് കണ്ണുമിഴിച്ച് ശൗരിക്കുട്ടിയെ നോക്കി. നിനക്കൊരു പേടിയും തോന്നിയില്ലേ ശൗരിക്കുട്ടി? എന്തായാലും അവന്മാരെന്നെ കടലിൽ താക്കും. ഇതാവുമ്പോൾ ചത്താലും അവന്മാരുടെ കൈകൊണ്ടല്ലല്ലോ. ജാനറ്റും എമിലിയും ശൗരിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. അവൻ കടലിൽ മുങ്ങി മരിച്ചില്ലെന്നും അവനാണ് മുന്നിലിരുന്ന് കഥ പറയുന്നതെന്നുമുള്ള എല്ലാം അവർ മറന്നു. മുൻവാതിൽക്കൽ ഒരു ചലനം കണ്ട് എമിലി അങ്ങോട്ട് നോക്കിയപ്പോൾ ആഞ്ചലോസ് കുറച്ചുകൂടി നന്നായിട്ട് കേൾക്കാൻ വേണ്ടി വാതിലിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ബാക്കിയും കൂടെ പറ. ജാനറ്റിന് ക്ഷമ കിട്ടു. ആ വീണ വീഴ്ചയ്ക്ക് കന്നാസുകളുടെ പിടുത്തം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാനൊരിത്തിരി കടലിൽ താഴുകയും ചെയ്തു. പക്ഷേ ഞാൻ തുഴഞ്ഞു പൊങ്ങി. അവർ കണ്ടില്ലേ കടലിൽ വീണത്? ഒച്ചയൊന്നും കേട്ടില്ലേ? കാറ്റിൻ്റെ ചൂളം കുത്തലും മഴയുടെ അലപ്പും കടലിൻ്റെ എരമ്പലും അതിനിടയ്ക്ക് എങ്ങനെ കേൾക്കാനാ? ഞാൻ നോക്കുമ്പം ബോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കുറച്ചു ദൂരെ കന്നാസുകൾ കിടന്ന് മറിയണത് കാണാം. കുറേ നീന്തി അതിനടുത്ത് ചെല്ലാൻ. പിടുത്തം കിട്ടിയപ്പോൾ സമാധാനമായി. അതിൽ കയറി പിടിച്ചു കിടന്ന് രാത്രി മുഴുവൻ. കരയ്ക്ക് നീന്തിയോ? എമിലി ചോദിച്ചു. എവിടെ കര? ഏതാ കടല്? ഒന്നും അറിയാൻ പാടില്ല. ചത്താലും പിടിവിടില്ലെന്ന് വെച്ച് ഞാൻ കയറിനിടയ്ക്ക് ഒരു കൈയിട്ട് കെട്ടി. ദൂരെ കൂടെ വള്ളവും ബോട്ടുമൊക്കെ പോണത് കാണാം. ഒരെണ്ണം അടുത്തോട്ട് വന്നിരുന്നെങ്കിലെന്ന് വിചാരിക്കും. ഉറക്കെ വിളിച്ചു കൂവിയാ കേൾക്കത്തില്ലേ? കടലിളക്കത്തി എവിടെ കേൾക്കാൻ? അവർക്ക് നിന്നെയും കന്നാസുമൊക്കെ കാണാൻ വയ്യ ശൗരിക്കുട്ടി. അത്ര ദൂരേന്ന് നോക്കുമ്പം തേങ്ങ ഒഴുകി നടക്കണ വലിപ്പത്തിലേ കാണാൻ പറ്റത്തുള്ളൂ. അത് കന്നാസ്. എൻ്റെ തല മാത്രമല്ലേ ഉള്ളൂ വെള്ളത്തിൻ്റെ മുകളിൽ. കടലിൽ എന്തെല്ലാം സാധനങ്ങൾ ഒഴുകി നടക്കണത്? അത് ജീവനുള്ള മനുഷ്യനാണോ അതോ ശവമാണോ? അതുമല്ലെങ്കിൽ ചത്തുമലച്ച പട്ടിയാണോ പശുവാണോ? കടലിൽ വലിച്ചെറിഞ്ഞ ടിന്നുകളും ജാറുകളും പാട്ടകളുമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് നീന്തിയെത്താനും പറ്റാത്ത അകലത്തില ബോട്ടുകളും വള്ളങ്ങളും. കണ്ടാ തോന്നും കുറച്ചു ദൂരെ ഉള്ളെന്ന്. നീന്തിയേ എത്തൂല്ല. 12-15 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. നേരെ ഉച്ച കഴിഞ്ഞു. ഞാനങ്ങ് തളർന്ന് കണ്ണൊക്കെ അടഞ്ഞ് ചുമ്മാ ഒഴുകിപ്പോകുക. കടലിൻ്റെ ഒഴുക്കല്ലേ, എങ്ങാട്ടാണെന്നൊന്നും അറിയാൻ പാടില്ല. തിരയെടുത്ത് കൈമാറി പോകുക. ബോധം പോയതാണോ
അതോ ഉറങ്ങിപ്പോയതാണോ ഒന്നും അറിയാൻ പാടില്ല. എന്നിട്ട് ജാനറ്റ് ജാഗ്രത കൊണ്ട് വീർപ്പ് മുട്ടി ചോദിച്ചു. കണ്ണു തുറക്കുമ്പം ഞാനൊരു ബോട്ടില്ല. ഞാൻ വിചാരിച്ച് അവന്മാരെന്നെ തപ്പിപ്പിടിച്ചെന്ന്. പക്ഷേ ബോട്ടിലെയുള്ള ആൾക്കാരെ കണ്ടപ്പം മനസ്സിലായി വേറെ ആളുകളാ. നമ്മുടെ ഭാഷയൊന്നുമല്ല വായിന്ന് വരണത്. ശ്രീലങ്കക്കാരാണെന്ന് ആദ്യം വിചാരിച്ച്, പിന്നെയാ മനസ്സിലായത് ആന്ധ്രാക്കാരാ, തെലുങ്കന്മാര്. ശൗരിക്കുട്ടി ഒന്ന് നിർത്തി. നിന്നെ കൊല്ലാൻ കൊണ്ടുപോയവരെ പിന്നെ കണ്ടേയില്ലേ? ജാനറ്റ് ചോദിച്ചു. ഇല്ല, ശൗരി പറഞ്ഞു. തെലുങ്കന്മാരുടെ ബോട്ടിന്ന് എനിക്ക് തിന്നാനും കുടിക്കാനും കിട്ടി. എൻ്റെ അരയ്ക്ക് താഴോട്ട് 2 തടുക്കഷ്ണങ്ങൾ പോലെയായിരുന്നു. കാല് രണ്ടും തൊട്ടാലും പിടിച്ചാലും ഒന്നും അറിയുന്നില്ല. മരച്ച് വിറങ്ങലിച്ചിരിക്കുക. അവരെന്നെക്കൊണ്ട് എന്തോ ഒരു മദ്യം കുടിപ്പിച്ചു. കാലിലോട്ടൊക്കെ രക്തയോട്ടം വരാൻ വേണ്ടിയാ. ഞാൻ ആ ബോട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അന്നു പകലും രാത്രിയും. പിറ്റേ ദിവസം ഉച്ചവരെ ഞാൻ ഉറങ്ങിയെന്നാ അവർ പിന്നീട് പറഞ്ഞത്. ബ്രാൻഡി കുടിച്ചതുകൊണ്ടാണോടാ? എമിലി ചോദിച്ചു. അതും കാണും. പക്ഷേ അതിനേക്കാളും എൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങിയത്. അടുത്ത ദിവസം ഉറക്കം തെളിയുമ്പം ഞാൻ ബോട്ടില്ല. ഒരു ദിവസം കടന്നുപോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. കാക്കിനാടയിൽ നിന്നുള്ള മീൻപിടുത്തക്കാരുടെ ബോട്ടായിരുന്നു അത്. നിറയെ മീൻ പിടിച്ചോണ്ട് തിരിച്ചു പോന്ന വഴിക്കാ അവർ കടലിലൊരു പൊങ്ങുതടി പോലെ ഒഴുകുന്ന എന്നെ കണ്ടത്. ആദ്യം അവർ വിചാരിച്ചു ശവമാണെന്ന്. പക്ഷെ 2 കന്നാസിൻ്റെയും ഇടയ്ക്കുള്ള കയറിലെ പിടുത്തം ഞാൻ വിട്ടിട്ടില്ല. അത് കണ്ടപ്പം അവർക്ക് മനസ്സിലായി ജീവനുണ്ടെന്ന്. എൻ്റെ സമയം അടുത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാനിപ്പം ജീവനോടെ ഇല്ല. അത് സമ്മതിച്ച മട്ടിൽ ജാനറ്റും എമിലിയും ഒരേ സമയം തലകുലുക്കി. അവരെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോണതെന്ന് അറിയാൻ വയ്യ. അവർ പറയണത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയണത് അവർക്കും തിരിയണില്ല. അങ്ങനെ കാക്കനാട് എത്തി. പിന്നെയാ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായത്. എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയവർ ഒരു വലിയ മുതലാളിയുടെ ബോട്ടിലെ ആളുകളാണ്. ചന്ദ്രശേഖര റാവു. ഫിഷിംഗ് ബോട്ടുകൾ തന്നെ 21 വള്ളങ്ങൾ വേറെ, ഐസ് കമ്പനികൾ, മീനിൻ്റെ എക്സ്പോർട്ടിംഗ്. അതൊരു വലിയ സംഭവമാ. എന്നെ കടലിൽ നിന്ന് കിട്ടിയ കഥ ബോട്ടിലെ മീൻപിടുത്തക്കാര് ചന്ദ്രശേഖര റാവുവിൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ സ്ഥലവും വീടും ഒക്കെ ചോദിച്ചിട്ട് റാവു മുതലാളി എന്നോട് ചോദിച്ചു, നിനക്ക് വീട്ടിൽ പോണെങ്കിൽ കയറ്റിവിടാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അതെന്താ ശൗരിക്കുട്ടി നീ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? എമിലിക്ക് പരിഭവമായി. നിന്നെ കാണാണ്ട് ഇവിടെ ഉള്ളവർ ചങ്ക് തകർന്ന് നിൽക്കുവല്ലേ. ഞാൻ എവിടെല്ലാം ഓടി, എന്തെല്ലാം ചെയ്തു. പോലീസിൽ പരാതി, സത്യാഗ്രഹം, സമരം, പ്രകടനം. ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലല്ലോ. നിന്നെ കൊണ്ടുപോയി കടലിൽ താഴ്ത്തിയെന്നും പറഞ്ഞ് സൈമൺ മുതലാളിൻ്റെ പേരിൽ കേസ്, ആക്ഷൻ കമ്മിറ്റി, ക്രൈംബ്രാഞ്ച് അന്വേഷണം. എന്തെല്ലാമാ നടന്നത്. എത്ര വർഷം. എൻ്റെ മോനെ കൊന്നുകളഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ആ സൈമൺ മുതലാളീനെയും അയാളുടെ കുടുംബക്കാരെയും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് പ്രാഗിയ പ്രാക്കിന് കണക്കില്ലല്ലോ. അതിനൊന്നും ഒരു കുഴപ്പവുമില്ലമ്മേ. ആ പ്രാക്കൊന്നും വെറുതെ അല്ലല്ലോ. അയാൾ ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തല്ലോ. എന്നെ കൊല്ലാൻ കൊടുത്തയച്ചില്ലേ. അയാളുടെ വിചാരം എന്നെ അവർ കൊണ്ടുപോയി കടലിൽ താത്തിന്നാണല്ലോ. ഞാൻ ജീവിച്ചിരിക്കുന്നത് വേറെ കാര്യം. അതവരുടെ കുറ്റമല്ല. സൈമൺ തരകൻ എന്നെ കൊന്നൂന്ന് തന്നെ വിചാരിച്ചോ. ഇത് വേറൊരു ശൗരിക്കുട്ടിയാ. ചത്തിട്ട് പിന്നെ 2ാമത് ജനിച്ചതാ. എന്നാലും നിനക്ക് ഒന്ന് വരാൻ തോന്നിയില്ലല്ലോ മോനെ. അമ്മ, വന്നിട്ട് എന്താ കാര്യം? അയാൾ പിന്നെയും എന്നെ കൊല്ലാൻ നോക്കും. എനിക്ക് തിരിച്ചു വല്ലതും ചെയ്യാൻ പറ്റുവാ? അതിനുള്ള ശക്തിയുണ്ടോ? അതിനുള്ള കാശുണ്ടോ? അതിനുള്ള പിടിപാടുണ്ടോ? അതില്ലെന്നുള്ളത് ശരിയാ, എമിലി സമ്മതിച്ചു. പിന്നെന്തിനാ? കാക്കിനാടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നെങ്കിൽ അത് സൈമൺ മുതലാളിയോട് കണക്ക് പറയാനുള്ള ശേഷി ശൗരിക്കുട്ടിക്ക് എന്ന് കിട്ടുന്നോ അന്നേ ഉള്ളെന്ന്. ജാനറ്റ് തൻ്റെ കുഞ്ഞനുജനെ ആശ്ചര്യത്തോടെ നോക്കി. അതിന് ശേഷി കിട്ടിയിട്ടാണോ അവൻ തിരിച്ചു വന്നിരിക്കുന്നത്? ശരിക്കും അവൻ സൈമൺ മുതലാളിയോട് ഫൈറ്റ് ചെയ്യാൻ മാത്രം വളർന്നോ? ഞാൻ മുതലാളിയുടെ അടുത്ത് എനിക്കൊരു ജോലി തന്നാൽ മതിയെന്ന് പറഞ്ഞു. എനിക്ക് മീൻപിടുത്തം അറിയാം. മുതലാളി എന്നെ അത്ര വില വെച്ചില്ല. എന്നാലും എന്നെ രക്ഷിച്ച ആൾക്കാരുടെ ബോട്ടിൽ തന്നെ പണി തന്നു. 1 മാസം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കടലിപ്പണിക്ക് ഇവനെ കൊള്ളാമല്ലോന്ന്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലമ്മ. 1 കൊല്ലത്തിനകം മുതലാളി എനിക്കൊരു വള്ളം വിട്ടു തന്നു. അടുത്ത കൊല്ലം ഒരു ബോട്ട് എന്നെ ഏൽപ്പിച്ചു. 5 കൊല്ലം കഴിഞ്ഞപ്പം ചന്ദ്രശേഖര റാവു മുതലാളിയുടെ മീൻ്റെ ബിസിനസ്സെല്ലാം നോക്കി നടത്തുന്നത് ഞാനാ. 4-5 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ അമ്മ, എനിക്ക് 2 ബോട്ട്, 5 വള്ളം, ഒരു ഐസ് ഫാക്ടറി, എൻ്റെ സ്വന്തം. അമ്മ, ബോട്ടെന്ന് പറഞ്ഞാൽ ഇതിലേ ഓടണ ചിന്ന ബോട്ടൊന്നുമല്ല, ചെറിയ കപ്പൽ മാതിരിയാ. എമിലി കണ്ണു മിഴിച്ചു. ഇതെല്ലാം നിനക്ക് ആ മുതലാളി തന്നതാണോടെ മോനെ? അമ്മ, ഞാൻ അതുമാതിരി വാരിക്കൊടുത്ത്. അമ്മയ്ക്കറിയോ
കിട്ടണത് മുഴുവൻ കണ്ടവന്മാരൊക്കെ കൈയിട്ട് വാരിക്കൊണ്ട് പോവുമായിരുന്നു. ഞാനതെല്ലാം അടിച്ചുകൂട്ടി വെടുപ്പാക്കി കൊടുത്ത് 12 ബോട്ട് മുതലാളിക്ക് സെറ്റാക്കി കൊടുത്തിട്ടാ ഞാൻ 2 എനിക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. മുതലാളിയാ കടലിലിറക്കി ഉദ്ഘാടനം ചെയ്തത്. എന്നെ ചേർത്ത് പിടിച്ചോണ്ട് മുതലാളി മൈക്കിൽ കൂടി പറഞ്ഞത് എന്താണെന്നറിയാവോ? എനിക്ക് പിറക്കാതെ പോയ മകനാ ഇവനെന്ന്. അത് കേട്ടപ്പോൾ ജാനറ്റിന് മേലാസകലം കുളിരു കോരിയിട്ടു. അമ്മ, സകല അഭ്യാസവും പഠിച്ചിട്ടാ ശൗരിക്കുട്ടി വന്നേക്കണത്. ചെല്ലാനം മുതൽ ചെറിയഴീക്ക വരെ മീൻ ബിസിനസ് ശൗരിക്കുട്ടി നടത്തണത് അമ്മയ്ക്ക് കാണണ. കാട്ടിത്തരാം. സൈമൺ തരകൻ ഞാനിങ്ങ് വിലയ്ക്ക് വാങ്ങും. അയാൾ വെറും സൈമണായിട്ട് ചൊറിയും കുത്തിയിരിക്കും അമ്മ. അയാൾ മുട്ടിമ്മ എഴിഞ്ഞ് അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ട് തൊഴുതുകൊണ്ട് പറയും, എമിലി, എൻ്റെ സകല തെറ്റും പുറക്ക്. ശൗരീനോട് പറ എന്നെ വെറുതെ വിടാൻ. ഞാനും എൻ്റെ മക്കളും ജീവിച്ചു പൊക്കോട്ട്. അമ്മ, അപ്പോൾ അമ്മ അയാളോട് ചോദിക്കണം, ശൗരിക്കുട്ടി നിങ്ങളുടെ ആരാണെന്ന്. ഇപ്പോൾ എമിലിയുടെ ദേഹത്തും കുളിരുകോരി. അമ്മ എന്താ വിചാരിച്ചേ? ഞാൻ 5-6 പുത്തനും പോക്കറ്റിലിട്ടോണ്ട് അല്പത്തരം കാണിക്കാൻ വന്നതാണെന്നോ? അമ്മയ്ക്കറിയോ, ഞാൻ എന്തു ചോദിച്ചാലും എൻ്റെ മുതലാളി എനിക്ക് തരും. നിനക്കെൻ്റെ മോളെ കല്യാണം കഴിക്കണോ? നീ കെട്ടിക്കോന്ന് മുതലാളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജാനറ്റ് വിസ്മയം പൂണ്ടു. എന്നിട്ട്? എനിക്ക് വേണ്ട ചേച്ചി. അതെന്നാ വേണ്ടാന്ന് വെച്ചത്? അവൾ IAS, ഞാൻ മീൻപിടുത്തക്കാരൻ. വേറെ പണിയില്ലേ? അതാണതിൻ്റെ ശരിയെന്ന് എമിലിക്കും തോന്നി. നീ ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടുത്തെ ബിസിനസ്സൊക്കെ ആര് നോക്കും? എല്ലാം ഞാൻ തന്നെയാ അമ്മ നോക്കണത്. മുതലാളിയുടെ ബിസിനസ്സും എൻ്റെ ബിസിനസ്സും എല്ലാം. നീ ഇവിടല്ലേടെ മോനെ? അമ്മ, ശൗരിക്കുട്ടിക്ക് കണ്ണ് 2 12. ശൗരി പറഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എല്ലാം നോക്കാൻ എൻ്റെ ആൾക്കാരുണ്ടെന്ന് അവിടെ. ശൗരിക്കുട്ടി പറഞ്ഞതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായിരുന്നു എമിലി. തൻ്റെ മകനെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമോ? ജാനറ്റിന് യാതൊരു സംശയവുമില്ല. ഇവനാണ് ശൗരിക്കുട്ടി, തൻ്റെ അനുജൻ. അവൾ അഭിമാനത്തോടും ആരാധനയോടും കൂടി അവനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മ, ഞാൻ കടപ്പുറത്ത് പോയി ഒന്ന് ചുറ്റിയിട്ട് വരാം. ശൗരിക്കുട്ടി എഴുന്നേറ്റു. നീ ഒറ്റയ്ക്കോ? ഞാൻ എപ്പോഴും ഒറ്റയ്ക്കല്ലായിരുന്നു അമ്മ. നിനക്ക് ചുറ്റിലും ശത്രുക്കളല്ലേ? ആ ഷീബ മേരിയുടെ വീട്ടുകാര്, സൈമൺ മുതലാളി, പോലീസുകാര്, എല്ലാവരും ശത്രുക്കളല്ലേ? അമ്മ പേടിക്കണ്ട. ശത്രുക്കൾക്ക് പേടിയുണ്ടമ്മ. ഇല്ലെങ്കിൽ നമ്മൾ പേടിപ്പിക്കും. ശൗരിക്കുട്ടി വാതിൽ കടന്ന് പുറത്തിറങ്ങി ആഞ്ചലോസിനെ നോക്കി. അയാൾ എല്ലാം കേട്ട് ചുമരും ചാരി ഇരിക്കുകയായിരുന്നു. കിടന്നോ, ഞാൻ പോയിട്ട് വരാം. ശൗരിക്കുട്ടി മുറ്റത്തേക്കിറങ്ങി. അകലം തോറും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന വെളിച്ചത്തിലൂടെ നടന്ന് ശൗരിക്കുട്ടി മാഞ്ഞുപോയി. അധ്യായം 49. ഡോക്ടറും നേഴ്സും കൂടി റൂമിലേക്ക് വന്നപ്പോൾ കുഞ്ഞന്ന കളിപ്പാട്ടം പോലൊരു റേഡിയോയിൽ പാട്ട് കേട്ട് കിടക്കുകയായിരുന്നു. ശൗരിക്കുട്ടി വാങ്ങിക്കൊടുത്തതാണ്. വെല്ലമ്മച്ചിക്ക് ബോറടിക്കുമ്പം ഇതേ പിടിച്ച് തിരിച്ചാൽ മതി. പാട്ടും തമാശയും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ശൗരിക്കുട്ടി തന്നെ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടാണ് പോയത്. നോമ്പ് പിടിച്ച് തിരിച്ചാൽ മാത്രം മതി. ശബ്ദം കൂട്ടാനും കുറയ്ക്കാനും കുഞ്ഞന്നയ്ക്കറിയാം. ഡോക്ടർ വന്ന് കുഞ്ഞന്നയെ പരിശോധിച്ചു. പ്രഷറും ടെമ്പറേച്ചറും നോക്കി. വേണമെങ്കിൽ അമ്മച്ചിക്ക് നാളെയോ മറ്റന്നാളോ പോകാം, ഡോക്ടർ പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശ്വാസം എടുക്കുമ്പോൾ വേദനയാ. പിന്നെ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും. കുഞ്ഞന്ന പറഞ്ഞു. അതൊക്കെ മാറിക്കോളും. വാരിയെല്ലാം ഒടിഞ്ഞതല്ലേ, ഒരുപാട് അനങ്ങണ്ട. കുഞ്ഞന്ന മൂളി. ഇവിടെ സുഖമല്ലേ വല്യമ്മച്ചിക്ക്? പിന്നെന്താ? കുഞ്ഞന്നയ്ക്ക് ഇത്രയും സൗകര്യങ്ങളൊന്നും വേണമെന്ന് തന്നെയില്ല. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആദ്യം ബെഡ് പോലും ഇല്ലാഞ്ഞ് നിലത്താണ് കിടത്തിയത്. ശൗരിക്കുട്ടി കാണാൻ വന്നു പോയ ശേഷം പെട്ടെന്ന് മാറ്റങ്ങളുണ്ടായി. കുഞ്ഞന്ന പേവാർഡിലേക്ക് മാറ്റപ്പെട്ടു. കുഞ്ഞന്നയ്ക്ക് പോലും ഊരും പേരും അറിയാത്ത ആളുകൾ കാണാൻ വരികയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. കുഞ്ഞന്നയ്ക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും അവർ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. കൂടാതെ ഒരു ഹോം നേഴ്സിനെ കുഞ്ഞന്നയ്ക്ക് കൂട്ടായി കൂടെ നിർത്തിയിട്ടുമുണ്ട്. സംഗതികൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരി, കുഞ്ഞന്നയ്ക്ക് വീട്ടിൽ പോയാൽ മതി. എത്രയും പെട്ടെന്ന് വിട്ടാൽ അത്രയും നല്ലതായിരുന്നു. കുഞ്ഞന്ന ഡോക്ടറോട് പറഞ്ഞു. നമുക്ക് ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. ഡോക്ടർ കുഞ്ഞന്നയോട് അലിവോടെ ചിരിച്ചു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അങ്ങനെ വെറുതെയൊന്നും രോഗികളോട് ചിരിക്കുന്നവരല്ല. ചിരിക്കേണ്ടത് ആരോടാണെന്നും എപ്പോഴാണെന്നും അവർക്ക് ശരിക്കറിയാം. ഈ ഡോക്ടർ തന്നോട് ചിരിച്ചെങ്കിൽ അതിനു പിന്നിൽ ശൗരിക്കുട്ടിയുടെ കൈയുണ്ടെന്ന് കുഞ്ഞന്നയ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറും തിരികെ പോയി. മുറിയിൽ കുഞ്ഞന്നയും ഹോം നേഴ്സും മാത്രമായി. കഴിക്കാനെന്താ വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഹോം നേഴ്സ് കുഞ്ഞന്നയോട് ചോദിച്ചു. എന്തെങ്കിലും മതി. കുഞ്ഞന്ന വിനീതയായി. പാലപ്പം, മുട്ടക്കറി, പൊറോട്ട, ഇറച്ചിക്കറി, ഇടിയപ്പം, കടലക്കറി, എന്തു വേണേലും വാങ്ങാം. നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ കൊച്ചേ, കുഞ്ഞന്ന പറഞ്ഞു.
ശരി, ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് വരാമേ. ഹോം നേഴ്സ് ഫ്ലാസ്കുമെടുത്ത് മുറിക്ക് പുറത്തിറങ്ങി. നീ വല്ലതും കഴിച്ചിട്ട് വന്നാൽ മതി കേട്ടോ, കുഞ്ഞെന്നെ ഓർമ്മിപ്പിച്ചു. ഹോം നേഴ്സ് വാതിലടച്ചിട്ട് പോയി. 5 മിനിറ്റിനകം വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ട് കുഞ്ഞെന്നെ തലതിരിച്ചു നോക്കി. ഇത്ര പെട്ടെന്ന് ആ പെണ്ണ് തിരിച്ചു വന്നോ എന്ന് തന്നോട് തന്നെ പിറുപിറുത്തു. വാതിൽ തുറക്കപ്പെട്ടു. ഹോം നേഴ്സല്ല, സൈമൺ തരകന്റെ ചെറുപ്പം വന്ന് വാതിൽക്കൽ നിൽക്കുന്ന പോലെയാണ് കുഞ്ഞെന്നയ്ക്ക് ആദ്യം തോന്നിയത്. സൈമൺ തരകന്റെ ചെറുപ്പകാലം കുഞ്ഞെന്നയുടെ ഓർമ്മയിലുണ്ട്. അതേ പൊക്കം, അതേ തണ്ടും തടിയും, നിറം മാത്രം അല്പം കൂടി മങ്ങിയിട്ടാണെന്ന് മാത്രം. സൈമൺ തരകന് കുറച്ചും കൂടി നിറമുണ്ട്. ശൗരിക്കുട്ടി. അവൻ കുഞ്ഞെന്നയുടെ അടുത്തേക്ക് ചെന്നു. വല്യമ്മച്ചിയെ. ആ പഴയ വിളി അങ്ങനെ തന്നെ. ശൗരിക്കുട്ടി കസേര കട്ടിലിനോട് അടുപ്പിച്ച് അതിലിരുന്നിട്ട് ചോദിച്ചു, വല്യമ്മച്ചിക്ക് എങ്ങനുണ്ട്? വേദനയും വിഷമവും ഒക്കെ കുറഞ്ഞോ? കുറഞ്ഞു, എല്ലാം കുറഞ്ഞു, കുഞ്ഞെന്ന പറഞ്ഞു. ശൗരിക്കുട്ടിയെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞെന്നയുടെ അസ്വസ്ഥതകൾ പാതിയും ശമിച്ചു. ഡോക്ടർ എന്തു പറഞ്ഞു? നാളെയോ മറ്റന്നാളോ പോകാമെന്ന്. വല്യമ്മച്ചി ഒരാഴ്ച കിടന്നോ? ഇവിടെ എല്ലാ സൗകര്യവും ഇല്ലേ? വീട്ടിൽ വന്നാൽ ചുമ്മാ കിടക്കാനൊന്നും പറ്റത്തില്ലെന്നേ. അത് സാരമില്ല ശൗരിക്കുട്ടി. ഇപ്പം എന്താ വിഷമം? ഒന്നുമില്ല. നെഞ്ചിന് നീർക്കെട്ടും വേദനയും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ വരെ. അതെല്ലാം കുഞ്ഞെന്നയ്ക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ വീട്ടിൽ പോകണം. ഞാൻ നാളെ കഴിഞ്ഞു വരാം. അപ്പം റെഡിയായിട്ടിരുന്നാൽ മതി കേട്ടാ. കുഞ്ഞെന്ന മനസ്സെല്ലാം മനസ്സോടെ തലയാട്ടി. ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന്. ശൗരിക്കുട്ടി വാത്സല്യത്തോടെ കുഞ്ഞെന്നയുടെ നരച്ച തലയിൽ കൈയോടിച്ചു. പ്രതീക്ഷയും ആശ്വാസവും നൽകി കുഞ്ഞെന്നെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ശൗരിക്കുട്ടി മടങ്ങിയത്. അടുത്ത ദിവസം തന്നെ ശൗരിക്കുട്ടി എമിലിയെയും കൂട്ടി ചേന്നവേലി പള്ളിയിൽ പോയി. വികാരിയച്ഛനെ കണ്ട് ഡെന്നിച്ചനും ഷീബ മേരിയും തമ്മിലുള്ള കല്യാണം നടത്തിത്തരണമെന്ന് അപേക്ഷിച്ചു. അത് ഞാൻ നടത്തിത്തരത്തില്ല, അച്ഛൻ തീർത്തു പറഞ്ഞു. അച്ചോ, അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ പേര് ജീവിതമെന്നല്ല, വ്യഭിചാരം, അച്ഛൻ വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞു. പ്രായപൂർത്തിയായ ചെക്കനും പെണ്ണും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ സുപ്രീം കോടതി പോലും സമ്മതിച്ചിട്ടുണ്ടല്ലോ. ശൗരിക്കുട്ടി തർക്കിച്ചു. അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതി കൊണ്ടുപോയി കല്യാണം നടത്ത്. ഞങ്ങളിപ്പം എന്താ ചെയ്യേണ്ടത്? അതല്ലേ പറഞ്ഞത്. ഇതൊക്കെ മുട്ടാപ്പോക്കല്ലേ അച്ചോ. സമാധാനത്തിൻ്റെ ഒരു വഴിയില്ലേ? സമാധാനത്തിൻ്റെ വഴിയാണോ നീ കാണിച്ചത്? ആൻ്റപ്പം പീറ്ററിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ആ പെണ്ണിനെ വിളച്ചിറക്കിക്കൊണ്ട് പോയില്ലേ? അതും വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരത്ത്. അതാണോ മര്യാദ? ഞങ്ങൾ പിന്നെ എന്തു ചെയ്യണമായിരുന്നു? പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയല്ല. അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. അത് അച്ഛനും അറിയാവല്ലോ. പത്രത്തിലൊക്കെ അച്ചടിച്ചു വന്ന കാര്യമാ. കോടതിയിലും ആ പെണ്ണ് അവനെ ഇഷ്ടമാണെന്നും അവൻ്റെ കൂടെ പോകണമെന്നും പറഞ്ഞിട്ട് തന്നെയാ കോടതി അവളെ അവൻ്റെ കൂടെ വിട്ടത്. അങ്ങനെ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്ന് ആ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് കല്യാണം നടത്തണമായിരുന്നു. അതായിരുന്നു അന്തസ്സ്. അച്ചോ, അതിനു മുൻപ് വേറൊരു കാര്യം നടന്നു. എൻ്റെ ചേട്ടനും ആ പെണ്ണും തമ്മിൽ ഇഷ്ടമാണെന്നറിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ ആങ്ങളമാരും കൂട്ടുകാരും കൂടെ ഞങ്ങളുടെ കടപ്പുറത്ത് വന്ന് എൻ്റെ ചേട്ടനെ ഊടുപാട് എടുത്തിട്ടടിച്ചു. അത് അന്തസ്സാണോ? പെങ്ങളെ ഏതെങ്കിലും ഒരുത്തൻ പഴപ്പിക്കാൻ നടക്കുന്നുണ്ടെന്നറിഞ്ഞ ആങ്ങളമാര് അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അഭിമാനമല്ലേ വലുത്? ഇപ്പോൾ എൻ്റെ ചേട്ടനെയും ചേട്ടൻ്റെ ഭാര്യയായി കഴിഞ്ഞ ചേച്ചിയെയും അവർ തല്ലിക്കൊന്ന അച്ഛൻ അതിന് ദുരഭിമാന കൊലയെന്ന് പറയോ അതോ അഭിമാന കൊലയെന്ന് പറയോ? നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. വാളെടുക്കുന്നവൻ വാളാലെന്ന കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നീ അത് നല്ലോണം മനസ്സിലാക്കിക്കോ. അച്ചോ, ആദ്യം വാളെടുത്തത് അവരാ. നീ നിന്റെ വാൾ ഉറയിലിടുകയെന്ന് അച്ഛൻ അവരോട് പറഞ്ഞോ? ഇല്ലല്ലോ. അവര് എൻ്റെ വല്യമ്മച്ചിയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് വാരിയിലൊടിഞ്ഞു കിടക്കുകയാണ് ആശുപത്രിയിൽ. അത് മോശമായി പോയിന്ന് അച്ഛൻ അവരോട് പറഞ്ഞോ? ഇല്ലല്ലോ. എൻ്റെ ജോലി അതല്ല. ഞാൻ വിചാരിച്ചത് അച്ഛൻ ഞങ്ങൾ 2 കൂട്ടരുടെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞ് 2 കൂട്ടരെയും തമ്മെ ഒരുമിപ്പിക്കാൻ നോക്കുമെന്നാ. അച്ഛൻ പറഞ്ഞ അവർ കേൾക്കും, ഞങ്ങളും കേൾക്കും. ഒരു കല്യാണം നടക്കും. 2 കുടുംബം ഒന്നിച്ചു പോകും. ഞാനൊരു ഇടവക വികാരിയാ. പ്രേമത്തിൻ്റെയും ഒളിച്ചോട്ടത്തിൻ്റെയും മധ്യസ്ഥതയ്ക്ക് നടക്കുന്ന ആളല്ല. നീയും നിന്റെ ചേട്ടനും തന്തേം തള്ളയും വീടും കുടുംബവും എല്ലാം മറന്ന് വല്ലവൻ്റെയും കൂടെ ചാടിപ്പോയ ആ പെണ്ണും കൂടെ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കാനും കൂട്ടുപിടിക്കാനും നിൽക്കുന്നവനല്ല ഞാൻ. അച്ചോ, യേശുക്രിസ്തു മീൻപിടുത്തക്കാരെയാ ശിഷ്യന്മാരാക്കിയത്. അവരുടെ കൂടെയാ നടന്നതും കിടന്നതും. ഞാനൊരു മീൻപിടുത്തക്കാരനാ. എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും കൂടെ വേണ്ടിയിട്ടാ അച്ഛൻ അച്ഛനായിട്ടിരിക്കുന്നേ. ശൗരിക്കുട്ടി, നീ അധികം സംസാരിക്കണ്ട, എമിലി വിലക്കി. അല്ലെങ്കിൽ അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? വഴിതെറ്റിപ്പോയ ആടിനെ തേടിപ്പിടിച്ചോണ്ട് വരാനുള്ള ചുമതല
ഇടവകയിലെ ഇടയനല്ലേ? നീ ആദ്യം ആ പെണ്ണിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണം. എന്നിട്ട് അവരോട് ചോദിക്കണം, നിങ്ങളുടെ പെണ്ണിനെ ഡെന്നീസിന് കെട്ടിച്ചു തരാൻ മനസ്സാണോന്ന്. അവർ സമ്മതിച്ച ആ പെണ്ണിൻ്റെയും ഡെന്നീസിൻ്റെയും മാമോദീസ കുറിയും വാങ്ങിച്ചോണ്ട് എൻ്റെ അടുത്ത് വരണം. അച്ഛൻ വിശദമാക്കി. അങ്ങനെ ചെയ്യാം അച്ചോ. ശൗരിക്കുട്ടി സമ്മതിച്ചു. പക്ഷെ അവർ സമ്മതിച്ചില്ലെങ്കിലോ? അവർ സമ്മതിച്ചില്ലെങ്കിൽ നീ നിന്റെ പണി നോക്കി പോണം. അങ്ങനെ പോകാൻ പറ്റത്തില്ലച്ചോ. എൻ്റെ വല്യമ്മച്ചിയുടെ വാരിയല് ചവിട്ടിയൊടിച്ചിട്ടിരിക്കുക. അവർ സമ്മതിക്കുവാണെങ്കിൽ ഞാനതങ്ങ് ക്ഷമിക്കും. സമ്മതിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ ആണുങ്ങളായിട്ട് എത്ര എണ്ണമുണ്ടോ അവൻ്റെയൊക്കെ വാരിയല് ഞാൻ ചവിട്ടിയൊടിക്കും. ഒരു തവണയല്ല, ആ വാരിയല്ലൊക്കെ ഉണങ്ങി വരുമ്പോഴേക്കും പിന്നെയും ചവിട്ടിയൊടിക്കും. എന്നിട്ട് ഞാൻ അവന്മാരോട് പറയും, ചേന്നവേലി പള്ളിയിലച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന്, എടാ മോനെ ശൗരിക്കുട്ടി, നീ ഇനിയെങ്കിലും നിർത്തിടാ. അവരപ്പനും മക്കളും കൂടെ നിന്റെ ചേട്ടനും ഷീബാമേരിയും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അത് നടത്തിത്തരാം എന്ന് പറഞ്ഞാലേ ഞാൻ ഈ കലാപരിപാടി നിർത്തത്തുള്ളൂന്ന്. അങ്ങനെ പറഞ്ഞോട്ടെ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. നിന്റെ താളത്തിനൊത്ത് തുള്ളാനിരിക്കുന്നവനല്ല ഞാൻ. പൊയ്ക്കോ എൻ്റെ മുമ്പിന്ന്, പോക്കിരി. ശരിയച്ചോ. ശൗരിക്കുട്ടി എമിലിയെയും കുട്ടി പള്ളിമേടയിൽ നിന്നിറങ്ങി. എമിലിക്ക് അച്ഛനോട് ക്ഷമാപണം നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശൗരിക്കുട്ടി കയ്യിൽ പിടിച്ച് വലിച്ചോണ്ടു പോന്നു. നടക്കുന്ന വഴി എമിലി ആവലാതിപ്പെട്ടു. നീ എന്തൊക്കെയാ ശൗരിക്കുട്ടി അച്ഛനോട് പറഞ്ഞത്? ധിക്കാരമല്ലേടാ? ഒന്നുമല്ലെങ്കിൽ ഒരു വികാരി അച്ഛനല്ലേ? അമ്മ, ആ ലോഹ ഊരി മാറ്റിയ അതിനടിയിൽ പാൻറ്റും ഷർട്ടുമാ. നമ്മളെപ്പോലെ തന്നെയാ, മനുഷ്യനാ. അച്ഛന് നിന്നോട് ദേഷ്യമായി. ദേഷ്യപ്പെടാനും മാത്രം ഞാൻ അച്ഛനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ്റെ വിചാരം നമ്മളെ ഭരിക്കാനുള്ള അധികാരമുണ്ടെന്നാ. അച്ഛൻ ഭരിക്കേണ്ട ആളല്ലല്ലോ, നയിക്കേണ്ട ആളല്ലേ. ഭരിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് പണക്കാരോടും സോപ്പിട്ട് നിൽക്കുന്നവരോടും സ്തുതി പാടുന്നവരോടുമാ ഇഷ്ടക്കൂടുതൽ. അവർക്ക് പാവങ്ങളോടും ന്യായങ്ങളോടും പെട്ടെന്ന് ദേഷ്യം വരും. മകൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് എമിലി ഓർത്തു. എന്നിരുന്നാലും അവനോട് ആശങ്കപ്പെട്ടു. അച്ഛന്മാരുടെ പ്രാക്ക് കിട്ടിയ ഗതി പിടിക്കത്തില്ല. അതാ എൻ്റെ പേടി. എൻ്റെ അമ്മേ, അമ്മ തിരിഞ്ഞു നിന്ന് അച്ഛനെ പ്രാഗിയ അച്ഛൻ്റെ കാര്യം പോക്ക. അമ്മ അനുഭവിച്ച അപമാനത്തിൻ്റെയും വേദനയുടെയും ദുരിതത്തിൻ്റെയും 1000-1 അനുഭവിച്ചിട്ടുണ്ടോ അച്ഛൻ? ആരൊക്കെ ശപിച്ചാലും എൻ്റെ അമ്മ എൻ്റെ തലയെ കൈവച്ച് ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ശൗരിക്കുട്ടിയുടെ മേലുള്ള സകല പ്രാക്കും മാഞ്ഞു പോട്ടേന്ന്. അത് കേട്ട് എമിലിയുടെ കണ്ണിൽ നനവ് കിനിഞ്ഞു. എങ്കിലും മകനെ അവൾ ശാസിച്ചു. പോടാ, ഓരോ വർത്തമാനം. എനിക്കറിയാലോ അമ്മ, ഞാൻ എവിടൊക്കെ കുഴഞ്ഞു വീണിട്ടുണ്ടോ അവിടൊക്കെ അമ്മയുടെ ഒരു കൈ വന്ന് എന്നെ താങ്ങിയിട്ടുണ്ടെന്ന്. അത് കരയിലായാലും കടലിലായാലും കാക്കിനാടായിലായാലും. ഇത്തവണ എമിലിയുടെ കണ്ണിൽ ശരിക്കും വെള്ളം നിറഞ്ഞു. അവൾ മകൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആൻ്റപ്പൻ പീറ്ററും മക്കളും ശൗരിക്കുട്ടിക്കും ഡെന്നിച്ചനുമെതിരെ സൈമൺ തരകൻ്റെ കൂട്ടുപിടിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ചർച്ചകളിലായിരുന്നു. ഇതുവരെ മറ്റേ തെണ്ടിയും അവളും കടപ്പുറത്ത് വന്നിട്ടില്ല. മൂത്ത മകൻ ജോമോൻ ആൻ്റണി പറഞ്ഞു. വന്ന അവരെ ജീവിക്കാൻ സമ്മതിക്കല്ല. പീറ്റർ ആൻ്റണിയുടെ സ്വരത്തിൽ പകയുടെ പുകമണമുണ്ടായിരുന്നു. അവനെ അല്ലെങ്കിൽ അവളെ, 2 പേരും കൂടെ ജീവിച്ചിരിക്കണ്ട. അതിൻ്റെ പേരിൽ ജയിലിൽ പോണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു മഹീന്ദ്ര പിക്കപ്പ് പ്രീമിയർ റബ്ബർ കമ്പനിയുടെ ഉയർന്ന മതിലരികിലൂടെ പാഞ്ഞു വന്ന് ഗേറ്റ് കടന്ന് മുറ്റത്ത് കയറി വടക്കോട്ട് തിരിഞ്ഞ് 10 അടി നീങ്ങി ബ്രേക്കിട്ടു. അതേപോലെ തന്നെ 20 അടി റിവേഴ്സിട്ട് 20 അടി തെക്കോട്ട് വന്നു നിന്നു. ആദ്യം ഡെന്നിച്ചൻ ഇറങ്ങി. അതിനുശേഷം ക്യാബിനിൽ നിന്ന് ഡെന്നിച്ചൻ ഷീബാമേരിയെ കൈപിടിച്ചിറക്കി. ഒടുവിൽ ശൗരിക്കുട്ടിയും ഇറങ്ങി. ലിവിംഗ് റൂമിൽ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആൻ്റപ്പൻ പീറ്ററും മക്കളും ആദ്യം ആ പിക്കപ്പിലേക്കും പിന്നീട് അതിൽ നിന്നിറങ്ങിയവരെയും നോക്കി അന്തം വിട്ടു. ഡെന്നിച്ചനും ഷീബാമേരിയും, കൂടെ ശൗരിക്കുട്ടി. പീറ്ററിൻ്റെയും ജോമോൻ്റെയും ഞരമ്പുകളിൽ ചോര തിളച്ചു. പീറ്റർ ചാടിയണീറ്റ് അകത്തേക്ക് കുതിക്കാൻ ഭാവിച്ചപ്പോൾ ആൻ്റപ്പൻ വേവലാതി പൂണ്ട് ചോദിച്ചു, എന്തിനു പോകുക? കശാപ്പ് കത്തി കാച്ചി വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് വരാം. നീ അവിടെ നില്ല. പപ്പ, ഇതാണ് പറ്റിയ സമയം. നമ്മുടെ വീട്ടിൽ കയറി വന്നിരിക്കുക. പീറ്റർ കശാപ്പ് കത്തിയെടുക്കാൻ പോയി. പുറകെ ജോമോനും പോയി. ശൗരിക്കുട്ടി സിറ്റൗട്ടിലേക്ക് കയറി വന്നു. തുറിച്ചു നോക്കിക്കൊണ്ട് ചാരുകസേരയിലിരുന്ന ആൻ്റപ്പനോട് പറഞ്ഞു, ചേന്നവേലി പള്ളിയിലച്ഛൻ പറഞ്ഞിട്ട് വന്നിരിക്കുക. നിങ്ങളുടെ മോളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് അവരുടെ കല്യാണം നടത്താം. നിർത്തടാ. ചീറിക്കൊണ്ട് ആൻ്റപ്പൻ ചാടിയണീറ്റ് മുണ്ടുമടക്കി കുത്തി. അടുത്ത ഭാഗം നാളെ.